നിനക്ക് ഞാൻ എന്താ ചെയ്ത് തരേണ്ടത്? അപ്പം ഞാൻ ഓർത്തു കർത്താവിനെല്ലാം അറിയാം. കർത്താവ് എന്തിന് ഈ ചോദ്യം ചോദിക്കുന്നത്? ഭിക്ഷ യാചിച്ചിരിക്കുന്ന കുരുടന്മാരുണ്ട്. അവരോട് കർത്താവ് ചോദിച്ചിട്ടുണ്ട്. ഭിക്ഷ നമ്മൾക്കറിയാം ഭിക്ഷയാണ് അവർക്ക് വേണ്ടത്. അവരിതിന് മുമ്പ് എല്ലാവരുടെയും മുമ്പിൽ കൈ നീട്ടുന്നത് കാഴ്ചയ്ക്ക് വേണ്ടിയല്ല. എല്ലാവരുടെയും മുമ്പിൽ അവർ കൈ നീട്ടുന്നത് എന്താ? അവർക്കൊരു ഹോപ്പില്ല. അവർക്കറിയാം ഇനിയും കാഴ്ച കിട്ടത്തില്ല. പക്ഷെ ഇനി കാഴ്ച കിട്ടത്തില്ല. കിട്ടാൻ ചാൻസ് ഉള്ളത് എന്തുവാ? അന്നന്നത്തേക്ക് കഴിക്കാനുള്ള അല്പം പൈസ. അതിനുവേണ്ടിയാണ് അവർ ഈ ഭിക്ഷ യാചിക്കാൻ ഇരിക്കുന്നത്. അപ്പോൾ അവരെല്ലാവരുടെയും മുമ്പിൽ കൈ നീട്ടത് കാഴ്ചയ്ക്കല്ല, പൈസയ്ക്ക് വേണ്ടിയാ. എന്നാൽ യേശുവിന്റെ മുമ്പിൽ കൈ നീട്ടുമ്പോൾ യേശുവിനറിയാം യേശുവിന് എന്തും കൊടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് യേശു ചോദിക്കുന്നത്, ഞാൻ നിനക്ക് എന്താ ചെയ്തു തരണ്ടേ? നിനക്ക് എന്താ വേണ്ടത്? കാരണം കാഴ്ച വേണമെന്ന് പറഞ്ഞാൽ നിനക്ക് ഞാൻ കാഴ്ച തരാം. പൈസ വേണമെന്ന് ചോദിച്ചാൽ പൈസയും തരാം. എന്നാൽ എനിക്ക് ചിലത് ചെയ്തു തരുമ്പോൾ, കർത്താവ് പലത് ചെയ്തു തരുമ്പോൾ കർത്താവ് പ്രതീക്ഷിക്കുന്ന എന്താണെന്നറിയോ? താൽക്കാലികമായി എനിക്കൊന്നും ചെയ്തു തരാൻ താല്പര്യമില്ല. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. നെറ്റ്വർക്ക് പ്രോബ്ലം കയറി വന്നാണ്. ഓക്കെ, പ്രൈസ് ലോർഡ്. ഇപ്പൊ എല്ലാവർക്കും കേൾക്കാമല്ലോ? ഓക്കെ, പ്രൈസ് ലോർഡ്. യേശുക്രിസ്തു ചോദിക്കുന്ന ചോദ്യത്തിന്റെ മറുപടി ഇതാണ്. എനിക്ക് എന്തും ചെയ്തു തരാൻ കഴിയും. എന്നാൽ നിനക്ക് ഏത് തരം ഉള്ള സൗഖ്യമാ വേണ്ടത്? അല്ലെങ്കിൽ എന്ത് ഹെൽപ്പാ വേണ്ടത്? താൽക്കാലികമായത് വേണോ? നിത്യമായത് വേണോ? കർത്താവിന് നമുക്ക് തരാൻ എപ്പോഴും ഇഷ്ടം നിത്യമായ ചില അത്ഭുതങ്ങളാണ്. നിത്യമായി നിലനിൽക്കുന്ന ചില സൗഖ്യങ്ങളാണ്. എന്നാൽ പലപ്പോഴും നമ്മൾക്ക് ആഗ്രഹം ഇൻസ്റ്റന്റ് ആയിട്ടുള്ളത് വേണം, പെട്ടെന്ന് കാര്യം നടക്കണം. പക്ഷെ പെട്ടെന്ന് കാര്യം നടന്ന് കിട്ടുന്ന എന്ത് കാര്യവും അത് താൽക്കാലികമായിരിക്കും. നമ്മൾ ഈ ലോകപ്രകാരം നോക്കിയാൽ നമുക്കറിയാം. പണ്ടൊക്കെ എന്നെ ദൈവാത്മ പഠിപ്പിച്ച രീതി പറയുക കേട്ടോ, അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കൊക്കെ മനസ്സിലായിരിക്കും. പണ്ട് കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അമ്മച്ചിമാരും അപ്പച്ചമാരൊക്കെ ഫുഡൊക്കെ വെക്കുമ്പോ, ഇപ്പൊ ഒരു ഇറച്ചിക്കറി വെക്കുവാണെങ്കിൽ അറിയാം, വിറകൊക്കെ പെറുക്കിക്കൊണ്ട് വന്ന് അടുപ്പിനകത്ത് ഒരു ഇറച്ചിയൊക്കെ വെക്കുമ്പോ എത്ര നേരം എടുക്കും? ഒരു ഇറച്ചി കുക്ക് ചെയ്ത് അടുപ്പില് ചട്ടിക്കകത്ത് മൺചട്ടിക്കകത്ത് കുക്ക് ചെയ്തുകൊണ്ട് വരുമ്പോൾ കുറഞ്ഞത് ഒരു 2-2.5 മണിക്കൂർ എടുക്കും. എന്നാൽ ഇന്ന് പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് ചിക്കൻ കറി ആവും കുക്കറിനകത്ത്. എന്നാൽ 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ചിക്കൻ കറിയും പണ്ട് അമ്മച്ചിമാര് ചട്ടിയിൽ ഉണ്ടാക്കിയ ചിക്കൻ കറിയും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്തുവാണെന്നറിയാമോ? ഞാൻ കഴിച്ചിട്ടുണ്ട് 2 ചിക്കൻ കറി. എന്റെ മമ്മിയുടെ അമ്മച്ചിയൊക്കെ ഉണ്ടാക്കി തന്ന് കഴിച്ചിട്ടുണ്ട്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും എന്തിനാ ഇപ്പൊ ഇവിടെ ചിക്കൻ കറിയുടെ കാര്യം പറയുന്നത്? എന്നാൽ എന്നെ ദൈവാത്മാവ് ആ രീതി പഠിപ്പിച്ചത് കൊണ്ട് ഞാൻ പറയുക, 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ചിക്കൻ കറിക്ക് രുചിയുണ്ടോ എന്ന് ചോദിച്ചാൽ ചിക്കൻ കറിയാന്ന് പറയാം. എന്നാൽ പണ്ടത്തെ ആ രുചിയില്ല. മാത്രമല്ല പതുക്കെ അത് വെന്ത് കിട്ടുമ്പോൾ അതിനകത്തേക്ക് ആ സത്ത് മൊത്തം കേറും. നല്ല ആരോഗ്യമായി നമുക്ക് കഴിക്കാൻ പറ്റും. ഇന്നത്തെ ഇൻസ്റ്റന്റ് ഫുഡിന്റെ കുഴപ്പം ഇത് വിശപ്പ് അകറ്റും, എന്നാൽ പിന്നീട് ഇതിൻ്റെതായ ദോഷഫലങ്ങൾ നമ്മൾ ശരീരത്തിൽ അനുഭവിക്കും. ഇന്ന് പല വിശ്വാസികളും വിശ്വാസകോളത്തിൽ പെട്ടെന്നുള്ള രോഗസൗഖ്യത്തിന് വേണ്ടി തലമുറയുടെ താൽക്കാലികമായ ഒരു എന്തോ പറയുന്നേ, ഇപ്പൊ പുറത്തേക്ക് പോകാനോ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ന് ആത്മീക കോളത്തിൽ പ്രാർത്ഥനാ വിഷയങ്ങളുടെ ലിസ്റ്റ് വരുന്നത്. പലരും എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ വിഷയങ്ങൾ പറയുമ്പോൾ ഞാൻ കേൾക്കുന്ന ഏറ്റവും കൂടുതൽ വിഷയം എന്താണെന്നറിയാമോ? സിസ്റ്ററെ, എന്റെ കുഞ്ഞിന്റെ പഠനം, എന്റെ കുഞ്ഞ് പുറത്തു പോകണം. താൽക്കാലികമായ കാര്യങ്ങളാ പറയുന്നേ. എന്നാൽ ചില മാതാപിതാക്കൾ വിളിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, മോളെ ഞാൻ ഒന്നേ ആഗ്രഹിക്കുന്നുള്ളൂ, എന്റെ തലമുറ നിത്യതയെ കാണണം, അവർ ആത്മീകത്തിൽ നിലനിൽക്കണം, അവർ രക്ഷിക്കപ്പെടണം, അവർ സ്നാനപ്പെടണം, അവരാരും നഷ്ടമായി പോവരുത്. ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷം. കാരണം ഞാൻ ഓർക്കുന്നത് അവർ ഇവിടത്തെ അല്ല കാണുന്നത്, താൽക്കാലികമല്ല കാണുന്നത്, നിത്യമായി ആ തലമുറയ്ക്ക് എന്ത് കൊടുക്കാം എന്നുള്ളതാണ് അവർ കാണുന്നത്. അല്ലെങ്കിൽ അതുപോലെ തന്നെയാണ് ഈ മനുഷ്യന്റെ കാര്യം. 38 വർഷമായി വെയിറ്റ് ചെയ്യുക ആ കുളക്കടവിൽ. അനേക രോഗസൗഖ്യം മനുഷ്യൻ കാണുന്നുണ്ട്. അനേക വ്യാധിക്കാർ ഓരോ ദിവസവും വിടുതൽ പ്രാപിക്കുന്നത്. നമ്മളൊക്കെ അങ്ങനെ നമ്മൾ കടന്നു പോകുന്ന അതേ വിഷയത്തിൽ കൂടി മറ്റു കുടുംബങ്ങൾ കടന്നു പോകുന്നത് നമുക്കറിയാം. ഇവിടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ തുറന്ന് പറഞ്ഞില്ലെങ്കിലും നിങ്ങളും അതേ വിഷയത്തിൽ കൂടെ കടന്നു പോകുന്നവരാ, നിങ്ങൾക്കറിയാം. പറയാൻ മടിയുള്ളത് കൊണ്ട് ചിലപ്പോൾ പറയുന്നുണ്ടാവില്ല. ചിലർ പറയും, പ്രാർത്ഥിക്കുവാൻ പറയും. എന്നാൽ നമ്മൾ കാണും അടുത്ത ദിവസം അവർ പ്രൈസ് റിപ്പോർട്ട് പറയുന്നത് കേൾക്കാം. എന്റെ ആ വിഷയത്തിന്മേൽ എനിക്ക് മറുപടി കിട്ടി.
അപ്പൊ നമ്മൾ ഓർക്കും, കർത്താവെ അവരുടെ വിഷയത്തിന് മറുപടി കിട്ടി, എന്റെ തലമുറയുടെ വിഷയത്തിന് മാത്രം എന്താ മറുപടി കിട്ടാതെ? അനേക സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോഴും നിങ്ങൾ ചിന്തിക്കണ്ട, അവരുടെയൊക്കെ തലമുറകൾക്ക് വിടുതൽ കിട്ടി. ഞാൻ ഇന്നും വെയിറ്റ് ചെയ്യുക. അപ്പം ചില ആൾക്കാർ ചെയ്യുന്നത്, മറ്റുള്ളവരുടെ വിടുതലിന്റെ സാക്ഷ്യം കേൾക്കുമ്പോൾ അവർക്ക് എങ്ങനെ വിടുതൽ കിട്ടിയെന്ന് നമ്മളൊന്ന് അന്വേഷിക്കും. എങ്ങനെയാ നടന്നത്? ഇപ്പൊ കല്യാണം നടന്നു. എങ്ങനെയാ കല്യാണം നടന്നേ? ഏത് മാട്രിമോണിയിൽ ഇട്ടപ്പോഴാ കല്യാണം നടന്നേ? അല്ലെങ്കിൽ ഏത് പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോഴാ വിടുതൽ കിട്ടിയത്? അപ്പോൾ ഞാൻ എന്തുവാ അങ്ങനെ എന്തെങ്കിലും ചെയ്യണോ? എന്നുള്ള എന്ത് പറയുക, നമുക്ക് കർത്താവിന്റെ സമയത്തേക്കാൾ ഉപരി നമ്മളായിട്ടൊരു സ്റ്റെപ്പ് എടുക്കും. എന്നാൽ ഞാൻ പലപ്പോഴും ഓർത്തു, ഈ യെരൂശലേമിൽ ആട്ടുവാതിക്കൽ എന്ന് പറയുമ്പോൾ ആ സ്ഥലത്തൂടെ യേശുവിന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് യേശു എത്ര വട്ടം യാത്ര ചെയ്തിട്ടുണ്ടാവണം? യെരൂശലേമിൽ പോയ പല സാഹചര്യങ്ങൾ നമുക്ക് വചനത്തിൽ വായിക്കാൻ കഴിയും. യേശു കടന്നുപോയത്. എന്നാൽ ഇത്രയും വട്ടം യേശു കടന്നു പോയിട്ടും എന്തുകൊണ്ട് ഈ മനുഷ്യന്റെ അടുക്കൽ യേശു പോയില്ല? യേശുവിന്റെ സമയമായപ്പോഴാ യേശു പോയത്. ഇല്ലേ? ഞാൻ ചിലപ്പോ ചിന്തിക്കും, നമുക്കറിയത്തില്ല ഏത് കാലഘട്ടത്തിലാ യേശു പോയത്. 33-ാമത്തെ വയസ്സിലാണോ 32-ാമത്തെ വയസ്സിലാണോ നമുക്കറിയത്തില്ല. എന്നാലും ഞാൻ ചിന്തിക്കുക, എന്റെ ഒരു ഇതിൽ ഞാൻ പലപ്പോഴും ചിന്തിക്കും, കർത്താവ് ചിലപ്പം യേശു പരശുശ്രൂഷ തുടങ്ങിയ കാലത്തിൽ ആ 30-ാമത്തെ വയസ്സിൽ തന്നെ യേശു ഈ മനുഷ്യന്റെ അടുക്കൽ ചെന്നിരുന്നെങ്കിൽ ചിലപ്പം നമ്മൾ വായിക്കുമ്പോൾ 36 35-ാമത്തെ വർഷം, 35 വർഷമായി അല്ലെങ്കിൽ 36 വർഷമായി എന്ന് കണ്ടേനെ. 2 വർഷം കൂടെ കർത്താവിന് കുറച്ച് കൊടുക്കായിരുന്നു. എന്നാൽ വീണ്ടും എന്താ കർത്താവ് വെയിറ്റ് ചെയ്തെന്ന് ഞാൻ ചിന്തിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, കർത്താവിന്റെ ടൈമിങ് ഭയങ്കര പെർഫെക്റ്റ് ടൈമിങ്. എന്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, കർത്താവിന്റെ പെർഫെക്റ്റ് ടൈം അനുഭവിച്ചറിഞ്ഞൊരു വ്യക്തിയാണ്. ദൈവമേ, താമസിച്ചു പോയല്ലോ എന്ന് ചോദിച്ച പല സാഹചര്യത്തിൽ കർത്താവ് എന്നോട് സംസാരിച്ചത്, താമസിച്ചെന്നാരാ പറഞ്ഞത്? എന്റെ സമയം അത് ഏറ്റവും പെർഫെക്റ്റ് ആണ് നിന്റെ ജീവിതത്തിൽ. നിനക്ക് താമസിച്ചു എന്ന് തോന്നുന്നു. കാരണം നമുക്ക് എല്ലാവർക്കും ഇച്ചിരി എടുത്തിയാട്ടം കൂടുതലാ. നമുക്കെല്ലാം പെട്ടെന്ന് വേണം. കർത്താവ് അപ്പൊ എന്നോട് പറഞ്ഞേ, പലപ്പോഴും ചില കാര്യത്തിൽ കർത്താവ് താമസിച്ച് പ്രവർത്തിക്കുന്നതിന്റെ കാര്യം, കർത്താവ് നമ്മളെ ക്ഷമ പഠിപ്പിക്കുക. ക്ഷമയോടെ സഹിഷ്ണുതയോടെ നിന്നാൽ നിനക്ക് ഏറ്റവും നല്ലത് കിട്ടും. എന്റെ ജീവിതത്തിൽ ഞാനത് പലപ്പോഴും പഠിച്ചത് എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായതിനു ശേഷമാ. ഞാൻ പറയാം, എനിക്ക് കുറച്ചും കൂടെ കർത്താവുമായിട്ട് അടുത്ത ബന്ധം എനിക്ക് പലപ്പോഴും അത് തോന്നിയിട്ടുണ്ട്. പണ്ടുണ്ടായിരുന്ന ഒരു ആത്മീക ബന്ധത്തെക്കാൾ ഉപരി ഞാൻ കല്യാണം കഴിഞ്ഞ് എനിക്ക് കുഞ്ഞുങ്ങളായതിനു ശേഷം ഒരു പിതാവായ ദൈവം എന്ന് പറയുന്ന ആ ഒരു മനസ്സലിവ്, അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവം എന്താണ് തലമുറയിൽ കൂടി ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എന്റെ കുഞ്ഞുങ്ങൾ ചില സമയത്ത് പെട്ടെന്ന് വന്നിട്ട് പറയും, മമ്മി എനിക്ക് വിശക്കുന്നു, ഭക്ഷണം എന്താ? അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, മോനെ വെയിറ്റ് ചെയ്യണേ, ഒന്ന് 10 മിനിറ്റ്, മമ്മ പെട്ടെന്ന് ഉണ്ടാക്കാന്ന് പറയും. ഈ കുഞ്ഞുങ്ങൾക്ക് ഈ 10 മിനിറ്റ് എന്താണെന്ന് അറിയത്തില്ല. വെയിറ്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം അവർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവർ പറഞ്ഞു, മമ്മ പെട്ടെന്ന് തരാൻ പറയും. പെട്ടെന്ന് അവരുടെ പ്ലേറ്റിൽ സാധനം കിട്ടണം. എന്നാൽ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇപ്പൊ നമ്മളൊരു ദോശ ഉണ്ടാക്കിയാലും ചോറുണ്ടാക്കിയാലും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്താൽ അതിന്റെ വേവ് എത്തുവോ? ഇപ്പൊ ചോറാ പെട്ടെന്ന് ഉണ്ടാക്കുക, വേവെത്തുവോ? പക്ഷെ വേകുന്നിടം വരെ കുഞ്ഞ് വെയിറ്റ് ചെയ്തേ പറ്റൂ. വെയിറ്റ് ചെയ്താൽ അതിന് വെന്ത ഫുഡ് കിട്ടും. എന്നാൽ വെയിറ്റ് ചെയ്യാതിരുന്നാൽ രുചിയുള്ള ഭക്ഷണം കിട്ടത്തില്ല. ഞാൻ അപ്പൊ ഓർത്തു, ഞാൻ എന്റെ പിള്ളേർ എന്റെ അടുക്കൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ക്ഷമയോടെ അടുത്ത് നിൽക്കുമ്പോൾ ഞാൻ ഇതുപോലെ ഒരു ദിവസം നോക്കിയപ്പോ പരിശുദ്ധാത്മാ എന്നോട് പറഞ്ഞു, ഇതുപോലാ പലപ്പോഴും നിങ്ങളെല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. കർത്താവിന്റെ സന്നിധി പ്രാർത്ഥിച്ച ഉടനെ നമ്മൾ ഇങ്ങനെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി വെയിറ്റ് ചെയ്ത് കർത്താവ് പെട്ടെന്ന് ആൻസർ. കർത്താവ് പറയും, മോളെ തരാം, ആൻസർ എന്റെ കയ്യിലുണ്ട്, ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. നിന്റെ പ്രാർത്ഥനയുടെ ഉത്തരം എന്റെ കയ്യിലിരിക്കുക. ഞാൻ അതിനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? റെഡി ആക്കിക്കൊണ്ടിരിക്കുക. തക്ക സമയമാകുമ്പോൾ അതിന്റെ കറക്റ്റ് ആയെന്ന് കാണുമ്പോൾ നിന്റെ കയ്യിലേക്ക് ഞാൻ അത് തരും. പക്ഷെ നീ ഒരു അല്പം ക്ഷമയോടെ, ഇന്ന് ആരോടോ പരിശുദ്ധാത്മാ പറയും, അല്പം കൂടെ ക്ഷമയോടെ കാത്തിരിക്കുക. അത് ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും മനോഹരമായ രീതിയിൽ ഞാൻ നിന്റെ കരങ്ങളിൽ അത് തരും. എന്നാൽ കർത്താവ് ചോദിക്കുക, അല്പം ക്ഷമയോടെ ഇരിക്കാൻ മനസ്സുണ്ടോ? ഇവിടെ നമ്മൾ സൗഖ്യം പറയുമ്പോൾ ആ മനസ്സ്, ആ മനുഷ്യന്റെ മനസ്സ് വളരെ മുറിപ്പെട്ടായിരിക്കും. ഞാൻ ആ വ്യക്തി പറയുന്ന വാക്കുകൾ കേട്ടപ്പോൾ ഞാൻ എന്നെ തന്നെ ആ മനുഷ്യന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു. പറയുന്ന ഒരു കാര്യമുണ്ട്, അവൻ കിടക്കുന്നത് യേശു കണ്ടിട്ട് ഇങ്ങനെ ഏറെ കാലമായെന്ന് അറിഞ്ഞു. യേശുവിന് അറിയാം നമ്മുടെ അവസ്ഥ. നമ്മൾ കിടക്കുന്നത് കാണുന്നുണ്ട് കർത്താവ്. രോഗത്തിന്റെ അവസ്ഥ കർത്താവ് കാണുന്നുണ്ട്. നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു വാക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. ചിലരൊക്കെ വിഷമം കൂടുമ്പോ പറയുന്നതാ, എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാ, എനിക്ക് ആരുമില്ല. വിഷമം കൂടുമ്പോ ഞാനും ഒത്തിരി പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എന്റെ വിഷമം കാണാൻ എനിക്ക് ആരുമില്ല. എന്നാൽ ഒരു ദിവസം പരിശുദ്ധാത്മാ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് തന്നെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന വാക്കാ.
എന്നെ ദൈവാത്മാവ് തിരുത്തിയത് കൊണ്ട് ഞാൻ നിങ്ങളോടും പറയും, നിങ്ങൾ ആരും ആ വാക്ക് പറയരുത് കേട്ടോ. എനിക്ക് ആരും ഇല്ലെന്ന്. കാരണം നമ്മൾ അറിയുന്നില്ല, നമ്മൾ അറിയാതെ നമ്മൾ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുക. കാരണം എന്നേക്കും ഇരിക്കേണ്ടതിന് കർത്താവിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ കർത്താവ് തന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ഉള്ളിൽ ഇരിക്കുമ്പോഴും നമ്മൾ പറയുന്ന വാക്കെന്താ? എനിക്ക് ആരുമില്ല. ഇപ്പൊ പരിശുദ്ധാത്മാവ് ഓർക്കും, ഞാൻ ആരാ? ഞാൻ ഇതിനെ പിന്നെ ഇവിടെ ഇരിക്കുന്നത്? നമ്മുടെ കൂടെ 100 പേരുള്ളതിനേക്കാൾ, കുടുംബത്തിലെ മൊത്തം ആൾക്കാർക്ക് നമ്മൾ സപ്പോർട്ട് നിൽക്കുന്നതിനേക്കാൾ വിലയാണ് ആ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. പരിശുദ്ധാത്മാവ് പറയുക, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഒരിക്കലും അങ്ങനെ പറയരുത്. കാരണം കർത്താവിന്റെ പ്രോമിസ് എന്താ? ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ ഇങ്ങനെ പ്രസംഗിച്ചപ്പോ ഞാൻ കേട്ടു. എനിക്കറിയത്തില്ല ആ ദേവദാസൻ പറഞ്ഞ പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞു, പക്ഷെ അത് സത്യമോ തെറ്റോ എന്ന് എനിക്ക് അറിയില്ലെങ്കിലും ഞാൻ ഒരു കാര്യം പറയാം. അത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. കാരണം അദ്ദേഹം പറഞ്ഞത്, യഥാർത്ഥ ബൈബിൾ അറിയാലോ, പല ട്രാൻസ്ലേഷനിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ കിട്ടിയേക്കുന്നത്. എന്നാൽ അതിന്റെ യഥാർത്ഥ മൂലഭാഷയിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ നിങ്ങളെ, നമ്മുടെ ബൈബിളിൽ ഒറ്റ പ്രാവശ്യമേ ഉള്ളൂ ഒരു നാളും, എന്നാൽ അതിന്റെ മൂലഭാഷയിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഞാൻ നിങ്ങളെ ഒരു നാളും ഒരു നാളും ഒരു നാളും ഒരു നാളും അനാഥരായി വിടുകയില്ല. ഏകദേശം 5 വട്ടം പറഞ്ഞിട്ടുണ്ടെന്നാണ് ആ ദേവദാസൻ പറയുവാനിടയായി തീർന്നത്. ദൈവമക്കളെ, നമ്മൾ ഒറ്റ വാക്കിൽ വായിച്ചങ്ങ് വിടും, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. എന്നാൽ കർത്താവ് എടുത്തു പറയുക. അതിനുശേഷം ആ ദേവദാസൻ പറഞ്ഞു, വേറൊരു അതുപോലെ തന്നെ ഒരു മൂലഭാഷയിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അതിന്റെ ട്രാൻസ്ലേഷനിൽ നിന്ന് വന്നിരിക്കുന്നതിൽ, ഞാൻ നിന്നെ ഒരു കാരണവശാലും അനാഥയായി വിടത്തില്ല. ഇത്ര ഉറപ്പ് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വിഷമത്തിൽ പറയുക, എനിക്ക് ആരുമില്ല, എന്റെ വേദന കാണാൻ എനിക്ക് ആരുമില്ല. തൊട്ടപ്പുറം നിന്ന് പരിശുദ്ധാത്മാവ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് പറയുന്നത് എന്താന്ന് ഓർത്തേ? ഞാൻ ഇവിടെ ഇല്ലേ? അപ്പൊ എന്നെ കാണുന്നില്ലേ? ഇല്ലേ? ഞാൻ ഇപ്പോഴും ഓർക്കും, ഞാൻ ഇവിടെ എന്റെ കുഞ്ഞിനെ ഞാൻ ടേക്ക് കെയർ ചെയ്യുക. എന്റെ കുഞ്ഞിന് പനി പിടിച്ചു, ഞാൻ അവനെ കെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവനെ അവന്റെ പപ്പായോ അല്ലെങ്കിൽ അവന്റെ അപ്പച്ചനോ വിളിക്കുക, ഞാൻ അവന്റെ കൂടെ ഇരിക്കുക. എന്റെ കുഞ്ഞിനെ ഞാൻ മടിയിൽ ഇരുത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ അപ്പച്ചൻ വിളിക്കുമ്പോൾ പറയുക, അപ്പച്ച, എന്നെ നോക്കാൻ എനിക്ക് അവിടെ ആരുമില്ല. അത് കേൾക്കുന്ന എന്റെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. എന്റെ കയ്യിൽ എന്റെ കുഞ്ഞിരിക്കുക, ഞാൻ എന്റെ കുഞ്ഞിനെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്, പക്ഷെ അവൻ വിളിച്ച അപ്പച്ചനോടും അമ്മച്ചോടും വരുന്നവരോടെല്ലാം പറയാ, എനിക്ക് ഇവിടെ ആരുമില്ല എന്നെ നോക്കാൻ എന്ന് പറയുന്ന അവസ്ഥ. എന്റെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, അല്ലെങ്കിൽ നിങ്ങളുടെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കി. ഇതുപോലെയാ പരിശുദ്ധാത്മാവ് നമ്മളെ, കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ വഹിച്ചിരിക്കുന്നു. നീ കഷ്ടതയിൽ കൂടെ നടക്കുമ്പോൾ നീ എന്റെ കരത്തിലാണ്. വചനം പറയുമ്പോൾ നമ്മൾ പറയുക, എന്നെ മനസ്സിലാക്കാൻ എനിക്ക് ആരുമില്ല എന്ന് പറയുമ്പോൾ കർത്താവിന്റെ ഹൃദയം, ഇതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് പറയുമ്പോൾ നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ ചിന്തിക്കും. എന്നാൽ പലപ്പോഴും നമ്മൾ ചെറിയ ചെറിയ കാര്യത്തിൽ പോലും പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നവരാ. അതുകൊണ്ട് ഇനി മേലാൽ ആരും ആ വാക്ക് പറയും. കാരണം എന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് എന്നെ കറക്റ്റ് ചെയ്തൊരു ഭാഗമാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ വേദനിക്കുമ്പോൾ, കലക്കം വരുമ്പോൾ, മുറിയുമ്പോൾ ഒരിക്കലും പറയരുത്. പറയേണ്ട വാക്ക് ഇതാണ്, ആരൊക്കെ എന്നെ കൈവിട്ടാലും എന്റെ കർത്താവ് എന്നെ കൈവിടത്തില്ല. ഞാൻ എന്റെ കർത്താവിന്റെ കയ്യിലായിരിക്കുന്നത്. എന്റെ വിഷയം എന്റെ കർത്താവിന്റെ കൈ ഞാൻ കൊടുത്തേക്കുവാന്നുള്ള ഉറപ്പും ധൈര്യവും നിങ്ങൾക്ക് ഉണ്ടാവണം. ഇന്ന് കർത്താവ് ചോദിക്കുന്ന ചോദ്യം ഇതാ, ആരുമില്ലെന്ന് പറയരുത്. ഈ മനുഷ്യനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഏറിയ കാലമായിരിക്കുന്ന യേശു അറിഞ്ഞു. അത് കഴിഞ്ഞിട്ട് യേശു ചോദിക്കുക, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? കർത്താവ് ഇന്ന് നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ ഇപ്പോൾ ഭാരപ്പെട്ടായിരിക്കുന്ന വിഷയത്തിൽ നിന്ന് പുറത്തു വരുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? കർത്താവിന് അറിയേണ്ട ആക്ച്വലി അവിടുത്തെ ആൻസർ എന്തുവാ? യെസ് ഓർ നോ. എന്നാ ശ്രദ്ധിക്കണേ, ഈ മനുഷ്യന്റെ ആൻസർ കേൾക്കണം. നിങ്ങളോട് ചോദിക്കുക, രോഗസൗഖ്യം, നിനക്ക് രോഗത്തിൽ നിന്ന് മോചനം കിട്ടാൻ മനസ്സുണ്ടോ? അല്ലെങ്കിൽ തലമുറയുടെ വിടുതൽ കാണാൻ മനസ്സുണ്ടോ? അഭിഷേകം പ്രാപിക്കാൻ മനസ്സുണ്ടോ? ഇതെല്ലാം നിങ്ങളുടെ വിഷയങ്ങളെല്ലാം ആ വാക്യത്തോട് ചേർന്ന് ചോദിക്കണം. എന്റെ ജോലിയുടെ വിഷയത്തിൽ സൗഖ്യമാകാൻ, അല്ലെ വിടുതൽ പ്രാപിക്കാൻ, ജോലി ലഭിക്കാൻ എനിക്ക് മനസ്സുണ്ട്. ശരിക്കും നിങ്ങളൊന്ന് നോക്കിക്കും, നിങ്ങൾക്ക് ശരിക്കുള്ള മനസ്സുണ്ടോ ആ വിഷയത്തിൽ? മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മനസ്സ് പൂർണ്ണമായിട്ട് പറയണം. ചിലരുണ്ട് പകുതി വേണോന്നുണ്ട് എന്നാ വേണ്ട. കാരണം ഇവിടെ 38 വർഷമായി, അഡ്ജസ്റ്റ് ആയി ഓൾറെഡി. ഇനിയിപ്പോ സൗഖ്യം കിട്ടിയില്ലേലും എന്ത് ചെയ്യും? നമ്മൾ കുറെ മടുത്ത് കഴിയുമ്പോഴത്തേന് കുറെ ജോലിക്ക് പോയി മടുത്തു, ജോലി ഒന്നും കിട്ടുന്നില്ല. ചിലരോട് ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, ചിലർ മനസ്സ് മടുത്ത് കഴിയുമ്പോൾ പറയും, ഞാനും മനസ്സ് മടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, എന്റെ കല്യാണം വൈകിയപ്പം ആദ്യമൊക്കെ ഭയങ്കര ഡിമാൻഡായിരുന്നു, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, അത് വേണം. കല്യാണം ഒന്നും നടക്കാതെ വന്നപ്പോഴത്തേന് എന്തെങ്കിലും നടന്നാൽ മതി. നമ്മുടെ മനസ്സിന്റെ പ്രതീക്ഷ പോകുമ്പോഴാ നമ്മൾ അങ്ങനത്തെ വാക്ക് പറയുന്നത്. മനസ്സ് തുറന്നല്ല അത് പറയുന്നത്.
എന്തെങ്കിലും നടന്നാൽ മതി. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ നിന്ന് യഥാർത്ഥമായി പുറത്തു വരാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ രോഗിയുടെ ആൻസർ നിങ്ങൾ കേൾക്കണം. ഇങ്ങനെ പറഞ്ഞു, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇത് നമ്മൾ വായിച്ചു വിടുമ്പോൾ 2 സെന്റൻസേ ഉള്ളൂ. എന്നാൽ നമ്മുടെ ജീവിതവുമായിട്ട് നമുക്കൊന്ന് റിലേറ്റ് ചെയ്താൽ, കർത്താവ് ചോദിക്കുന്നില്ല മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുന്നുണ്ടോ? നമ്മൾ ഇതുപോലെ സ്കൂളിൽ നിന്ന് ആൻസർ ഷീറ്റ് കിട്ടുമ്പോഴും എക്സാം ഞാൻ പണ്ട് പറയുമായിരുന്നു, ആദ്യമേ പറയുന്ന എന്റെ കാര്യമല്ല, മമ്മി എന്റെ തൊട്ടപ്പുറം ഇരുന്ന ആൾക്ക് മാർക്ക് കുറവാട്ടോ. എല്ലാവർക്കും പരീക്ഷ പാടായിരുന്നു. ആദ്യം വന്ന് പറയുന്ന വാക്കതാ, എല്ലാവർക്കും പരീക്ഷ പാടായിരുന്നു. അതിന്റെ അർത്ഥം എന്നാ? എന്റെ മാർക്കാ എന്റെ മമ്മി ചോദിക്കുന്നത്, മറ്റാരുടെയും മാർക്ക് മമ്മിക്ക് അറിയണ്ട. എന്നാൽ ആദ്യമേ പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ പാടായിരുന്നു, എല്ലാവർക്കും പരീക്ഷ പാടായിരുന്നു, എനിക്ക് തോന്നുന്നില്ല മമ്മി എല്ലാരും ജയിക്കുമെന്ന്. അപ്പൊ മമ്മി ചോദിക്കും, അതൊന്നും എനിക്കറിയണ്ട, നിനക്ക് എത്രയാ മാർക്ക്? ഇതുപോലെ യേശു അവനോട് ചോദിക്കുന്ന ചോദ്യം, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? മറ്റുള്ളവരുടെ കാര്യം യേശുവിന് അറിയണ്ട, കർത്താവ് അറിയുന്നുണ്ട് മറ്റുള്ളവരുടെ കാര്യം, അത് കർത്താവ് ചെയ്തോളും. എന്നാൽ ഇവിടെ പറയുന്നത് എക്സ്ക്യൂസസ് ആ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഇതുപോലെ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. കർത്താവ് ഇന്ന് ചോദിക്കുന്നത്, ഈ വിഷയത്തിൽ നിന്ന് പുറത്തു വരാൻ മനസ്സുണ്ടോ? നമ്മൾ പറയും, കർത്താവെ അങ്ങേക്കറിയോ ഞാൻ എത്ര വർഷമായി വിശ്വാസത്തിൽ വന്നിട്ട്, ഞാൻ എത്ര ഉപവസിച്ചെന്നറിയോ ഈ വിഷയത്തിന് വേണ്ടി, എത്ര പ്രാർത്ഥിച്ചെന്ന് ഈ വിഷയത്തിൽ അറിയാമോ? ഞാൻ എത്ര കാലമായി ഇതിനു വേണ്ടി കാത്തിരിക്കുമെന്നറിയോ? എന്നെ പോലെ കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അനേകർക്ക് മറുപടി കിട്ടുമ്പോൾ ഇന്നും ഞാൻ ഇത്ര നാളായി ഈ വിഷയത്തിന്റെ മുമ്പിൽ ഞാൻ കരയുക. കർത്താവിന്റെ ഒരു നോട്ടമുണ്ട്, മോനെ എന്റെ ചോദ്യം എന്താ, നിന്റെ ഉത്തരം എന്താ? ഒറ്റ വാക്ക് പറയേണ്ടിടത്ത് നമ്മൾ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറയും. അതിനകത്ത് വീണ്ടും പറയാ, എനിക്കാരുമില്ല. കർത്താവ് ചോദിക്കുന്ന ഒരു കാര്യം, മോനെ ഇത്രയും ദൂരം ഞാൻ യാത്ര ചെയ്ത് ഈ കൊളക്കടവിൽ വന്നത് ആർക്കു വേണ്ടിയാന്ന് നിനക്കറിയാമോ? അവിടെ അനേക ദീനക്കാർ അപ്പോഴും ഉണ്ട്. ഞാൻ അവർക്ക് വേണ്ടി ആർക്കു വേണ്ടിയല്ല വന്നേ. എനിക്കറിയാം നിന്റെ മനസ്സ് മടുത്തെന്ന്, നിന്റെ പ്രതീക്ഷകൾ മൊത്തം അസ്തമിച്ചെന്നും എനിക്കറിയാം. എന്നാൽ ഇപ്പോഴാണ് എന്റെ സമയം. ആ സമയത്ത് ഞാൻ നിന്റെ അടുക്ക വന്നു, നിന്റെ തൊട്ടടുക്ക ഞാൻ വന്നിട്ടുണ്ട്. നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ ആരാന്ന് നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? നിന്നെ നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ പോലും ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ പേര് ചൊല്ലി വിളിച്ച് നിന്റെ ശരീരഭാഗങ്ങളെ നിർമ്മിച്ച ദൈവമാ മുമ്പിൽ നിൽക്കുന്നത്. എന്നാൽ നീ അത് മനസ്സിലാക്കാതെ നീ നിന്റെ പരാതികളും നിന്റെ വേദനകളും നീ ഇങ്ങനെ പറയുമ്പോഴും എനിക്കറിയേണ്ട ഒറ്റ ചോദ്യം, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? മറ്റുള്ളവരുടെ വേദനകളും ഞാൻ കാണുന്നുണ്ട്, നീ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട, നിന്റെ ഹൃദയത്തിന്റെ വേദന ഞാൻ അറിയുന്നു. ഒറ്റ ഉത്തരം, സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് കർത്താവേ. നമ്മളിൽ എത്ര പേർക്ക് അതൊന്ന് ഉറപ്പോടെ പറയാൻ കഴിയും ഇന്ന് രാത്രികാലം, കർത്താവേ എന്റെ ആ വിഷയത്തിൽ സൗഖ്യമാകാൻ എനിക്ക് മനസ്സുണ്ട്. നമ്മൾക്ക് ഒരിക്കലും അറിയില്ല ഏത് സമയത്തെ കർത്താവ് പ്രവർത്തിക്കും. ചില വിഷയങ്ങളെ നമുക്ക് അറിയത്തില്ല. എന്നാൽ കർത്താവ്, ഞാൻ ഒരു കാര്യം ഓർത്തിട്ടുണ്ട്, കർത്താവ് ഈ 38 വർഷം 12 വർഷം ജന്നന ഇങ്ങനെയൊക്കെ പറഞ്ഞ് പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ സുവിശേഷങ്ങളിൽ പലരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നെ ആശ്ചര്യപ്പെടുത്തിയ ഒരു കാര്യം, എന്തിനാ കർത്താവ് എടുത്ത് ഈ വർഷങ്ങൾ എഴുതിയിരിക്കുന്നത്? കാരണം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കും നോക്കാൻ കുറച്ച് ആൾക്കാരെ വെച്ചിട്ടാണ് കർത്താവ് പോയത്. എത്ര വർഷമായി നിങ്ങൾ ഈ വിഷയത്തിൽ ഭാരപ്പെടുന്നു? അപ്പൊ ഒരാൾ പറയുക 12 വർഷമായി. സാരയില്ല, 12 നമ്മൾ ഉടനെ പറയുന്ന വാക്യേതാ, സാരയില്ല 12 വർഷമായി രക്തസ്രാവമുള്ള സ്ത്രീയെ കർത്താവ് വിടുവിച്ചെങ്കിലാണോ നിങ്ങളുടെ വിഷയത്തിൽ കർത്താവ് വിടുവിക്കും? ചിലര് പറയും, സിസ്റ്ററെ ആ വിഷയത്തിൽ ഇനി ഒരു പ്രതീക്ഷയില്ല, ഇനിയും പ്രതീക്ഷയെ എനിക്ക് ആ വിഷയത്തിലില്ല, ഞാൻ ആ പ്രാർത്ഥനാ വിഷയം എഴുതി കളഞ്ഞു, എന്റെ ഹൃദയത്തിൽ നിന്നും ആ വിഷയം കളഞ്ഞു. അപ്പൊ നമ്മൾ എന്തായിരിക്കും അവരോട് പറയുന്നത്? അങ്ങനെ പറയരുത്. ലാസറിനെ ഉയർപ്പിച്ചതാ നമ്മുടെ കർത്താവ്. നമുക്കിത് പറയാൻ എളുപ്പമാ. ബൈബിളിൽ നിന്ന് ഉറപ്പായും നമ്മൾ അവരെ ആശ്വസിപ്പിക്കുന്ന വാക്കതാ, വിഷമിക്കല്ലേ, ലാസറിനെ കർത്താവ് ഉയർപ്പിച്ചില്ലേ. അപ്പൊ കർത്താവിന്റെ വിടുതലുകൾ എങ്ങനത്തെ വിടുതലുകളാ? ഈ യേശുക്രിസ്തു ഉയർപ്പിച്ചവരെ തന്നെ നമുക്കൊന്ന് നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. ആദ്യം യേശുക്രിസ്തു, നമുക്ക് ഓരോ ഘട്ടത്തിൽ നോക്കിയാൽ, മരിച്ചവരെ ഉയർപ്പിച്ച യേശുക്രിസ്തു, യായിറോസിന്റെ മകൾ 12 വയസ്സ് കുഞ്ഞുമോള, നമ്മൾ പറഞ്ഞ ഒരു ബാലിക. അപ്പോൾ നമ്മുടെ വിഷയം ചെറുതാവാം, മരിച്ചതേ ഉള്ളൂ, അങ്ങോട്ട് മരിച്ചപ്പോഴേ അല്ലെങ്കിൽ അവള് രോഗിയായി കിടന്നപ്പോഴേ യേശുവിന് അറിയാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ ആ അപ്പൻ യായിറോസ് പറയുന്നുണ്ട്, എന്റെ മോൾക്ക് ദീനമായി കിടക്കുക,
എന്നാൽ മരിച്ചു. പെട്ടെന്ന് തന്നെ അവിടെ ഹീലിംഗ് നടക്കുക. മണിക്കൂറുകളൊന്നും എടുത്തില്ല. പ്രതീക്ഷ കഴിഞ്ഞു എന്ന് നമ്മൾ ചിന്തിച്ച സമയത്ത് തന്നെ കർത്താവ് പ്രവർത്തിച്ചു. എന്റെ ജീവിതത്തിൽ അങ്ങനെയുണ്ട്. പ്രതീക്ഷ കഴിഞ്ഞു എന്ന് ചിന്തിച്ച സമയത്ത് കർത്താവ് വന്ന് ബാലേ എഴുന്നേൽക്ക എന്ന് പറഞ്ഞ സമയം, ഈ വിഷയം എഴുന്നേൽക്കട്ടെ എന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിച്ച ഒരു സമയമുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഒരാളെ കാണുന്നു, നയീനിലെ വിധവയുടെ മകൻ. എന്നാൽ ആ മകൻ ഒരു യൗവനക്കാരനാണ്. ഒരല്പം കൂടെ പ്രായമുണ്ട്. യൗവനം എന്നൊക്കെ പറയുമ്പോൾ ഒരു 25 വയസ്സെന്ന് പിടിച്ചു. അപ്പൊ എത്ര വർഷം ഒരു ടൈം പീരീഡ് ഉണ്ടെന്ന് ഓർത്തോണം. 25 വർഷം അല്ലെങ്കിൽ 30 വയസ്സ് യൗവനം. മരിച്ചു. അടക്കാൻ കൊണ്ടുപോകുന്ന വഴിയ, ശവക്കല്ലറയിലോട്ട് കൊണ്ടുപോകുന്ന വഴിയിൽ യേശു വിടുവിച്ചു. എഴുന്നേൽപ്പിച്ച് അമ്മയ്ക്ക് തിരികെ കൊടുത്തു എന്നാണ് നമ്മൾ കാണുന്നത്. എന്നാൽ പിന്നെ നമ്മൾ കാണുന്ന ലാസർ ഒരു മൂത്ത ജ്യേഷ്ഠനാ. ഞാൻ വിശ്വസിക്കുന്നു മൂത്ത ജ്യേഷ്ഠൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു അല്പം കൂടെ പ്രായമുണ്ടെന്ന് ഞാൻ അങ്ങ് വിശ്വസിക്കുക. ആ ജ്യേഷ്ഠൻ മരിച്ചു 4 ദിവസമായി നാറ്റം വെച്ച് കഴിഞ്ഞപ്പോൾ ആ വിഷയത്തെ കർത്താവ് തൊട്ട് എന്ത് ചെയ്തു? ലാസറിനെ തിരികെ കൊടുത്തു. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന വിഷയം പെട്ടെന്ന് ആൻസർ കിട്ടേണ്ടതാണെങ്കിൽ കർത്താവ് പെട്ടെന്ന് തന്നെ തരും. എന്നാൽ അല്പം യൗവനം എത്തിയ ഒരു വിഷയമാണെങ്കിൽ അവിടെയും കർത്താവിന് പ്രവർത്തിക്കും. The Lord, praise 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 the Lord. Hallelujah. Praise the Lord, praise the Lord. Praise the Lord, praise the Lord. So sorry. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, ദൈവത്തിന് ഏത് സമയത്തും പ്രവർത്തിക്കാൻ കഴിയും. ആ പ്രവർത്തിക്കുവാൻ കർത്താവിന്റെ സമയം പെർഫെക്റ്റ് ടൈമാണ്. ഞാൻ ഓർക്കുന്ന പല അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പറയാൻ ആഗ്രഹിക്കുക. എന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത ഒരു അത്ഭുതം. നിങ്ങൾക്കൊക്കെ അറിയാം, കോവിഡിന്റെ സമയത്ത് പലരും പല രീതിയിൽ ബുദ്ധിമുട്ടിയ ഒരു കാലഘട്ടമാണ് കോവിഡ്. ഞങ്ങളുടെ ജീവിതത്തിൽ എനിക്കും എന്റെ ഹസ്ബൻഡും കുഞ്ഞുങ്ങൾക്കും കോവിഡ് വന്നു തുടങ്ങിയ കാലത്ത്. എന്നാൽ ഞങ്ങളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായതിനു ശേഷം ഞങ്ങൾക്ക് നാട്ടിൽ വന്ന് എന്റെ പപ്പായെയും മമ്മിയെയും എന്റെ സിസ്റ്റേഴ്സിനെയും കുഞ്ഞുങ്ങളെ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ മൂത്ത കുഞ്ഞുണ്ടായ സമയത്ത് എന്റെ മമ്മി ഇവിടെ ഉണ്ടായിരുന്നു അമേരിക്കയിൽ 6 മാസം. മമ്മി മൂത്ത മോളെ കണ്ടിട്ടുണ്ട്. എന്നാൽ എന്റെ പപ്പയോ എന്റെ അനിയത്തിമാരോ എന്റെ കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ല, 2 പേര്. ആദ്യത്തെ കൊച്ചുമക്കളെ കാണാൻ ഏതൊരു അപ്പച്ചനും അമ്മച്ചിമാർക്കും ആഗ്രഹം കാണുമല്ലോ. അപ്പൊ പല നാളുകളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നാട്ടിൽ പോകണമെന്ന്, എന്നാൽ കഴിഞ്ഞില്ല. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോൾ കോവിഡിന്റെ ടൈം ഇങ്ങനെ മൂർച്ഛിച്ച് ഇങ്ങനെ ഓരോ സമയങ്ങൾ ഇങ്ങനെ കടന്നുപോയി. സംഭവിച്ച ഒരു കാര്യം, ദൈവാത്മാവ് എന്റെ ഉള്ളിൽ പറയുന്നുണ്ട്, എനിക്ക് നാട്ടിൽ പോകണം, എന്റെ പപ്പായും മമ്മിയും കാണണം, എന്റെ ഹസ്ബൻഡും. ഞങ്ങൾക്ക് വളരെ ആഗ്രഹമുണ്ട് പോയി കാണണം എന്നുള്ളത്. എന്നാൽ പലപ്പോഴും അതിനുള്ള സാഹചര്യം ഒത്തു വന്നില്ല. എന്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്നുണ്ട്, ഞാൻ മിനിസ്ട്രിയിലാണ്. എന്നാൽ കുഞ്ഞുങ്ങൾ ഇച്ചിരിയും കൂടെ ഒന്ന് പ്രായമായിട്ട് 2.5, 3, 1 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ ഫ്ലൈറ്റിൽ ഇത്രയും മണിക്കൂറുകൾ യാത്ര ചെയ്യാൻ. അതുകൊണ്ട് വെയിറ്റ് ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ 2022 ആയപ്പോൾ എന്റെ ഉള്ളിൽ വളരെ ആഗ്രഹമുണ്ടായിരുന്നു, കർത്താവേ, എനിക്ക് എന്റെ പപ്പായും മമ്മിയും കൊണ്ടുവന്ന് എന്റെ കുഞ്ഞുങ്ങളെ കാണിക്കണം, വളരെ ആഗ്രഹമാണ്. എന്നാൽ ഇനി പറയുന്ന കാര്യം ഞങ്ങളുടേതായ വ്യക്തിപരമായി പരിശുദ്ധാത്മാവ് ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾക്ക് കോവിഡിന്റെ ടൈമിൽ പരിശുദ്ധാത്മാവ്, നിങ്ങൾക്കൊക്കെ അറിയായിരിക്കാം, കോവിഡ് വാക്സിൻ എടുക്കണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. എല്ലാ രാജ്യങ്ങളിലും അത് നിർബന്ധമായിരുന്നു. എന്നാൽ ഞങ്ങളുടെ ഈ രാജ്യത്തും അത് വളരെ നിർബന്ധമായിരുന്നു. എന്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന സമയത്ത് സ്ഥാപനത്തിൽ കോവിഡ് വാക്സിൻ എടുക്കാതെ ജോലി ചെയ്യാൻ പറ്റത്തില്ല. എന്നോട് എന്റെ ഹസ്ബൻഡ് ചോദിച്ചു വാക്സിൻ എടുക്കണമെന്ന്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മരുന്ന് വിരോധിയല്ല, ഞങ്ങൾ പണ്ട് മരുന്ന് എടുക്കത്തില്ലായിരുന്നു. എന്നാൽ ഞാൻ അമേരിക്കയിൽ വന്നതിന് ശേഷം, ഞാൻ പറയാം, നഴ്സിംഗിന് പോയതിനു ശേഷം ഞാൻ മരുന്നൊക്കെ എടുത്തു തുടങ്ങി. എന്നാൽ എല്ലാത്തിനും മരുന്ന് എടുക്കത്തില്ല. കഴിവതും മരുന്ന് എടുക്കാത്ത ഇപ്പോഴും പ്രാർത്ഥനയാൽ മാത്രം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. തീരുമാനമൊന്നും ദൈവസന്നിധിയിൽ എടുത്തിട്ടില്ലെങ്കിലും കഴിവതും മരുന്ന് എടുക്കത്തില്ല. അപ്പം കോവിഡിന്റെ സമയം വന്നപ്പോൾ എന്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു വാക്സിൻ എടുക്കുന്നുണ്ടോ? ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചു, കർത്താവ്, ഏത് കാര്യം ദൈവത്തോട് ചോദിച്ചിട്ട് ചെയ്യാനാണ് താല്പര്യം. ഞാൻ കുറച്ച് ദിവസം ദൈവസന്നിധിയിൽ ഇരുന്ന്, കർത്താവെ, എല്ലാവരും വാക്സിൻ എടുക്കുന്നു, ഞങ്ങളുടെ ചർച്ചിലുള്ളവരും എല്ലാവരും വാക്സിൻ എടുക്കുകയാണ്, ഞാൻ വാക്സിൻ എടുക്കണം. ദൈവസന്നിധി പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ എന്നോട് ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടാനായിരുന്നു. ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടില്, കുഞ്ഞുങ്ങള് ഡേ കെയറിൽ പോയി. ഞാൻ ഇങ്ങനെ ഇരുന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കുക. ആ സമയത്ത് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു. ഇങ്ങനെയാണ് സംസാരിച്ചത്,
അന്ന് എന്റെ കുഞ്ഞുങ്ങളെ നോക്കാൻ ഒരു ചേച്ചി വരുന്നുണ്ട് ഇവിടെ. അതുകൊണ്ട് അവര് പിള്ളേരെ ടേക്ക് കെയർ ചെയ്യുന്ന സമയം. അപ്പോൾ എനിക്ക് അല്പസമയം പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്നോട് ഈ വാക്യ സംസാരിച്ചത്. ദാനിയേൽ പറയുന്ന ഒരു വാക്ക്. രാജാവ് കഴിക്കുന്ന ഭോജനം കൊണ്ടും രാജാവ് കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും ഞങ്ങളെ മലിനപ്പെടുത്തത്തില്ല. അപ്പൊ ഞാൻ ആദ്യം ഓർത്തു, കർത്താവ് ഇതെന്തുവാ, ഞാൻ ചോദിക്കുന്ന ചോദ്യം ഒന്ന്, എനിക്ക് ലഭിക്കുന്ന ആൻസർ വേറൊന്ന്, ഇത് എന്തുവാ? കർത്താവിനോട് പറഞ്ഞു, ഈ കാലഘട്ടത്തിൽ നിനക്കൊരു ദാനിയേലായിട്ട് നിൽക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ഞാൻ അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച എന്തുവാ കർത്താവ് ഉദ്ദേശിക്കുന്നത്? കർത്താവിനോട് പറഞ്ഞു, നീ വാക്സിൻ എടുക്കരുത്. അപ്പൊ എനിക്കറിയാം വാക്സിൻ എടുക്കാതിരുന്നാലുള്ള ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഈ രാജ്യത്തിൽ ലോയ്ക്ക് എതിരാ. യാത്ര ചെയ്യാൻ പറ്റത്തില്ല, എന്റെ ഹസ്ബൻഡിന് ജോലി ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്റെ ഹസ്ബൻഡിനോട് അവരുടെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു പറഞ്ഞു വാക്സിൻ എടുക്കണം. അപ്പൊ എന്റെ ഹസ്ബൻഡ്, ഞാൻ പറയാതെ തന്നെ ഹസ്ബൻഡും പറഞ്ഞു ഹസ്ബൻഡും വാക്സിൻ എടുക്കണ്ട. ഞാൻ പറഞ്ഞിട്ടില്ല, അദ്ദേഹം ഇങ്ങോട്ട് പറയാം എനിക്ക് വാക്സിൻ എടുക്കാൻ താല്പര്യമില്ല. അപ്പൊ ജോലിയിൽ പ്രതിസന്ധി ആവുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഹസ്ബൻഡ്, ഞങ്ങൾക്ക് ഇവിടെ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാം, റിലീജിയസ് എക്സെപ്ഷണൽ ഫോം. നമ്മള് മതപരമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, ചിലർക്ക് അവർക്ക് ബ്ലഡ് അങ്ങോട്ടും ഇങ്ങോട്ടും യഹോവ സാക്ഷിക്കാർ അങ്ങനെയുള്ളവരുണ്ടല്ലോ, ബ്ലഡ് എടുക്കത്തില്ല മറ്റുള്ള, അങ്ങനെയുള്ള റിലീജിയസ് എക്സെപ്ഷണൽ ഫോം ഉണ്ട്. അതുകൊണ്ട് ആ ഫോം എന്റെ ഹസ്ബൻഡ് ഫില്ല് ചെയ്ത് കൊടുത്തു, ഞങ്ങൾക്ക് വാക്സിൻ എടുക്കാൻ താല്പര്യമില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ അത് വ്യക്തിപരമായ തീരുമാനം, എന്റെയും വ്യക്തിപരമായ തീരുമാനം. അതുകൊണ്ട് ഞങ്ങൾ എൻ്റെ ഒരു വാക്സിൻ എടുത്തില്ല. അപ്പൊ തന്നെ ഞങ്ങളുടെ മുമ്പിൽ വലിയൊരു പ്രതിസന്ധിയാണ് ജോലി. അപ്പം ഒരു കുറച്ച് മാസങ്ങളും കൂടെ മുന്നോട്ട് പോയി. അത് കഴിഞ്ഞപ്പം എന്റെ ഹസ്ബൻഡ് തന്നെ മനസ്സിലായി ഇത് പ്രഷർ കൂടുക ജോലിന്ന്. ഹസ്ബൻഡ് ഒന്നും ചിന്തിച്ചില്ല. ഹസ്ബൻഡ് പറഞ്ഞു, എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് ദൈവം. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നോട് ദൈവം സംസാരിച്ചുകൊണ്ട് ചോദിച്ചത് എന്താ, നിനക്ക് ഈ കാലഘട്ടത്തിൽ ഒരു ദാനിയേലാകാൻ പറ്റുമോ എന്ന്. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം കർത്താവിന്റെ കരത്തിന് പിടിച്ചങ്ങ് നിന്ന് കൊടുത്താൽ മതി, ബാക്കി കർത്താവ് ചെയ്തോളൂ. ദാനിയേൽ അങ്ങനെ തന്നെ ചെയ്തത്. പക്ഷെ ദാനിയേലിന്റെ മുഖത്തെ മാനിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ കടമയാണ്. നമ്മുടെ കടമ കർത്താവ് പറയുന്നത് അനുസരിക്കുക. അപ്പൊ അച്ഛൻ പറഞ്ഞു വേണ്ട. അങ്ങനെ 2 മാസം കഴിഞ്ഞപ്പോൾ അച്ഛൻ ജോലി റിസൈൻ ചെയ്തു. അമേരിക്കയിൽ നിന്നോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളൊക്കെ ഉള്ളവർക്കറിയാം, ഞാൻ ജോലി ചെയ്യുന്നില്ല, ഹസ്ബൻഡ് ജോലി വിട്ടാൽ എങ്ങനെ ഒരു കുടുംബം കഴിയുമെന്ന് ഒരു വലിയ ചോദ്യം ഞങ്ങളുടെ മുമ്പിലുണ്ട്. എന്നാൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ ആദ്യം തൊട്ട് എന്റെ സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞ പോലെ, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഹല്ലേലൂയ. പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിൽ അവനിൽ പ്രസാദമില്ല. ഞാനും എന്റെ ഹസ്ബൻഡ് അന്ന് തൊട്ട് ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ, ഞങ്ങൾക്ക് കുറച്ച് സമയം അധികം ദൈവം നൽകി തന്ന ആ സമയം ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും. അച്ഛന് ജോലിയില്ല, ഞാൻ വീട്ടിലുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. ഞങ്ങൾ ലഭിക്കുന്ന സമയം മൊത്തം എല്ലാ ദിവസവും ദൈവസന്നിധിയിൽ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. കിട്ടുന്ന ദിവസങ്ങളെല്ലാം രാവിലെ അല്പസമയം ദൈവസന്നിധിയിൽ ഇരിക്കും, പ്രാർത്ഥിക്കും, വചനം ധ്യാനിക്കും. അങ്ങനെ മുമ്പോട്ട് ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം, നാട്ടിൽ പോണം. പക്ഷെ ഞങ്ങൾ നോക്കുമ്പോൾ എല്ലാ നിയമങ്ങളും ഞങ്ങൾക്കെതിരാ. അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിൽ വരണമെങ്കിൽ ഒരുപാട് കടമകൾ ഞങ്ങൾ കടക്കണം. ഒന്ന്, എയർ സുവിധ എന്ന് പറയുന്ന ഒരു ഫോം ഫില്ല് ചെയ്യണം. ആ ഫോം ഫില്ല് ചെയ്യണമെങ്കിൽ ആദ്യം അതിനകത്ത് ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ വാക്സിന്റെ കാർഡാ. 2 ഡോസ് വാക്സിൻ എടുത്തിരിക്കണം, ആ കാർഡ് കാണിക്കണം. ബൂസ്റ്റർ ഡോസും എടുക്കണം. ഞങ്ങൾ ആ സമയം പോകുന്ന സമയമായപ്പോൾ ബൂസ്റ്റർ ഡോസും വന്നു. ഇത് ഞങ്ങളുടെ മുമ്പിൽ വരും. അതില്ലാതെ ഞങ്ങൾക്ക് എയർപോർട്ടിൽ ചെല്ലാൻ പറ്റത്തില്ല. അപ്പം 2022 തുടക്കത്തിലാണ് എന്റെ ഉള്ളിൽ ഈ ആഗ്രഹം വന്നത്. ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി പ്രാർത്ഥിക്കണം. അങ്ങനെ ഇരുന്ന മമ്മി ഒരു ദിവസം എന്നെ വിളിച്ചിട്ട്, മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ നീ വിശ്വാസത്തോടെ പേപ്പർ വർക്ക് ഒക്കെ തുടങ്ങിക്കോ, പിള്ളേർക്ക് വിസ വേണം, ഇന്ത്യയിൽ വരണമെങ്കിൽ പാസ്പോർട്ട് എടുക്കണം. എന്നെ ദൈവാത്മാവ് ഒരു ദർശനം കാണിച്ചു. ഈ വർഷത്തിന്റെ അവസാനം നിങ്ങൾ കുടുംബമായി നാട്ടിൽ ഞങ്ങളോടൊപ്പമായിരിക്കുന്ന ഒരു സ്വപ്നം, ഒരു ദർശനം എന്നെ കാണിച്ചു. അപ്പൊ ഒരു ദർശനം കണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കൺഫർമേഷൻ ആയി, ഞങ്ങൾ നാട്ടിലെത്തും. അതെനിക്ക് ഉറപ്പായി. അപ്പൊ തൊട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, ഒരു വിശ്വാസത്തോടെ പേപ്പർ വർക്ക് ഞാൻ തുടങ്ങി. കുഞ്ഞുങ്ങളുടെ പാസ്പോർട്ട് എടുത്തു, അവർക്ക് വിസ എടുത്തു. എന്റെ ഗ്രീൻ കാർഡ് എക്സ്പയർഡ് ആയിരിക്കുമായിരുന്നു, അത് ഞാൻ റിന്യൂ ചെയ്തു. എല്ലാ പേപ്പർ വർക്കുകളും ചെയ്തു. പേപ്പർ വർക്കുകൾ ചെയ്ത് ഒക്ടോബറായി, നവംബറായി. പേപ്പർ വർക്ക് എല്ലാം ഞങ്ങളുടെ കൈ കിട്ടി. ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നവംബർ മാസത്തില് എന്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നമുക്ക് നാട്ടിൽ പോകണമെങ്കിൽ വർഷത്തിന്റെ അവസാനമായി. ഞാൻ പറഞ്ഞല്ലോ, മമ്മി പറഞ്ഞെന്താ, ഈ വർഷത്തിന്റെ അവസാനം നിങ്ങൾ ഞങ്ങളുടെ കൂടെ കാണുമെന്ന്. അപ്പോൾ ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചു, കർത്താവേ എങ്ങനെ നാട്ടിലെത്തും, ലൈക്ക് ഏത് ദിവസമാ, ഇനി അല്പ ദിവസങ്ങളും കൂടെ ഞങ്ങളുടെ മുമ്പിലുള്ളൂ. അങ്ങനെ ദൈവാത്മാവ് പറഞ്ഞത് പ്രകാരം വിശ്വാസത്തോടെ നവംബർ 28 ടിക്കറ്റ് ബുക്ക് ചെയ്തു, ഇന്ത്യയിൽ വരാൻ. ഞങ്ങൾ 4 പേരും ടിക്കറ്റ് ബുക്ക് ചെയ്തു. എന്നാൽ നമ്മുടെ മുമ്പിൽ പ്രതികൂലം വലുതാ. അമേരിക്കയുടെ നിയമം മാറ്റിയിട്ടില്ല. ഞങ്ങൾക്ക് വരണമെങ്കിൽ അമേരിക്കയിൽ നിന്ന് ദുബായിൽ നിന്ന് വേണം ഞങ്ങൾക്ക് കൊച്ചിയിലെത്താൻ.
UAE നിയമം അന്ന് കർശനമായിട്ട് നിൽക്കുന്ന സമയമാണ്. കോവിഡ് വാക്സിൻ എടുത്തിരിക്കണം, കോവിഡിന്റെ വാക്സിന്റെ കാർഡ് കാണിക്കണം. അതോടൊപ്പം തന്നെ അവിടെ എത്തിക്കഴിഞ്ഞിട്ടും എയർപോർട്ടിൽ അവർ ചെക്ക് ചെയ്യും. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം ആകെ അറിയാവുന്നത് പണ്ട് തൊട്ടേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളല്ലോ എന്റെ സാക്ഷ്യത്തിൽ, ഉപവാസവും പ്രാർത്ഥനയും. അങ്ങനെ ദൈവകൃപയാൽ ഞാനും എന്റെ ഹസ്ബൻഡും ആദ്യമായി 7 ദിവസം ഉപവസിക്കുക. നവംബർ 14 തൊട്ട് നവംബർ 21 വരെ. ആ ഒരാഴ്ച ഞാൻ പറഞ്ഞു, അച്ചച്ച ബാ നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. ദാനിയേൽ പറഞ്ഞതുപോലെ നമുക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കും. ഇത്ര ദിവസം കഴിഞ്ഞ് ദാനിയേൽ രാജാവിന്റെ മുമ്പിൽ ചെന്നപ്പോൾ അല്ലേ, അവർക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ അവർക്ക് ആ ബാലന്മാർക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചെങ്കിൽ ദൈവം പറയുന്നത് അനുസരിക്കുന്ന നമുക്ക് വേണ്ടി ഇനി ബാക്കി കാര്യം ദൈവം ചെയ്യണം. നമ്മളോട് ദൈവം പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു. പേപ്പർ വർക്ക് ചെയ്യാൻ പറഞ്ഞു, പേപ്പർ വർക്ക് ചെയ്തു. ഫാസ്റ്റിംഗ് ഇരിക്കാൻ പറഞ്ഞു, നമ്മൾ ഫാസ്റ്റിംഗ് ഇരിക്കുക. അപ്പം എന്റെ ഹസ്ബൻഡ് അന്ന് എന്നോട് ഒരു കാര്യം പറഞ്ഞോളൂ, പ്രാർത്ഥിക്കുമ്പോൾ നീ ഒരു വിഷയം പ്രാർത്ഥിക്കണം. എനിക്ക് മാസ്ക് ഇടാൻ താല്പര്യമില്ല, ഞാൻ മാസ്ക് ഇടത്തില്ല. പണ്ടൊക്കെ എങ്ങനെയാണോ ഫ്ലൈറ്റ് യാത്ര ചെയ്തത് അതുപോലെ യാത്ര ചെയ്യണം. അതായത് മാസ്ക് ഇല്ല, ഒരു ടെസ്റ്റോ ഇങ്ങനെ ഒന്നും ചെയ്യാതെ എനിക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്ത് ഇന്ത്യ വരണം. ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നവംബർ 14 തൊട്ട് 21 വരെയുള്ള ദിവസം ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് ചെയ്തൊരു അത്ഭുതം ഞാൻ നിങ്ങളോട് പറയുകയാണ്. 21ാമത്തെ ദിവസം ഫാസ്റ്റിംഗ് കഴിഞ്ഞു. അതൊരു സൺഡേ. ഒരു ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ആ ഉച്ചയ്ക്ക് ഞങ്ങൾ ഫാസ്റ്റിംഗ് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വൈകിട്ട് വീട്ടിൽ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് Praise the Lord, 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 praise the Lord. Hallelujah. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. Sorry. പ്രൈസ് ലോർഡ്. സോറി കേട്ടോ, നെറ്റ്വർക്കിൽ ഭയങ്കര ഇഷ്യൂ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട്. ഓക്കെ, കേൾക്കാമല്ലോ അല്ലേ എല്ലാവർക്കും? യെസ്, ഓക്കെ. അപ്പോൾ 21ാം തീയതി ഞായറാഴ്ച ഉച്ചയായപ്പോൾ ഞാൻ എന്റെ ഭവനത്തിൽ ഇരിക്കുമ്പോൾ എന്റെ ഹസ്ബൻഡ് പുറത്തു പോയേക്കുക ആവശ്യങ്ങൾക്ക് വേണ്ടി. അടുത്ത വെള്ളിയാഴ്ച ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിക്കുക. അപ്പോൾ ആ ഞായറാഴ്ച ഞാൻ ഇങ്ങനെ ഇരുന്ന് വീട്ടിലിരിക്കുമ്പോൾ എന്റെ ഭവനത്തിലേക്ക് 2 ആന്റിമാർ പ്രാർത്ഥിക്കുവാൻ വേണ്ടി കടന്നു വന്നു. അപ്പൊ പ്രാർത്ഥിക്കുവാൻ ഇരിക്കുന്ന സമയം പെട്ടെന്ന് എന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരിക. ഞാൻ നോക്കിയപ്പോൾ ഇവിടെയുള്ള ഒരു പ്രെയർ ലൈനിലേക്ക് വന്ന ഒരു മെസ്സേജാണ്. ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്ത് എഴുതിയേക്കുക, ഇന്ത്യ എയർ സുവിധ ഫോം എടുത്തു മാറ്റി. എയർ സുവിധ വേണ്ട ഇനി ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ. ആരും എയർ സുവിധ ഫോം എന്ത് ചെയ്യണ്ട, ഇനി ഫില്ല് ചെയ്യണ്ട. അപ്പൊ ഞാൻ പെട്ടെന്ന് അതിശയിച്ചു, കർത്താവെ ഇന്ത്യ നിയമം മാറ്റിയോ? അപ്പൊ ഞാനത് ആ വെബ്സൈറ്റിൽ കയറി വായിക്കാൻ തുടങ്ങി. വെബ്സൈറ്റിൽ കയറി വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ഇനി ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ഒരു എയർ സുവിധയും വേണ്ട, കോവിഡ് വാക്സിൻ നിർബന്ധമല്ല. എനിക്ക് വളരെ സന്തോഷം തോന്നി. പക്ഷേ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ നിയമം മാറ്റിയാൽ പോരാ, UAE നിയമം മാറ്റണം, അമേരിക്കയുടെ നിയമം മാറ്റണം. കാരണം ഞങ്ങൾ ആദ്യം ചെല്ലേണ്ടത് അമേരിക്കൻ എയർപോർട്ടിലാണ്. അമേരിക്കയ്ക്ക് അമേരിക്കയുടേതായ ഒരു നിയമമുണ്ട്. പെട്ടെന്ന് അന്നും പ്രാർത്ഥിച്ചു. 21ാം തീയതി ഇത് കേട്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി, കർത്താവ് പ്രവർത്തിച്ചു തുടങ്ങിയെന്ന് മനസ്സിലായി. ഞങ്ങൾ ഏത് രാജ്യത്ത് എത്തണോ ആ രാജ്യത്തിന്റെ നിയമ ദൈവം ആദ്യം മാറ്റി. 2ാമത്തെ ദിവസം നവംബർ 22, 23, 24 ഈ 3 ദിവസം കൊണ്ട് നടന്നത്, ഈ 3 ദിവസം കൊണ്ട് വെബ്സൈറ്റുകൾ, എമിറേറ്റ്സിന്റെ വെബ്സൈറ്റുകളിൽ ഞങ്ങൾക്ക് ഇൻഫർമേഷൻ വരാൻ തുടങ്ങി, വാക്സിൻ മാൻഡേറ്ററി അല്ല, വാക്സിൻ എടുക്കണ്ട, UAE വരാൻ വാക്സിൻ വേണ്ട, അമേരിക്കയുടെ നിയമം ദൈവം മാറ്റി. 24ാം തീയതിക്ക് ഇപ്പുറമായി അമേരിക്കൻ നിയമം ദൈവം മാറ്റി, UAE നിയമം ദൈവം മാറ്റി. അങ്ങനെ ഒരു നിയമങ്ങളും ഞങ്ങൾക്ക് തടസ്സമല്ലാതെ ഞങ്ങൾ നവംബർ 28ാം തീയതി ഇവിടെ യാത്ര തിരിച്ച് നവംബർ 30ാം തീയതി ഞങ്ങൾക്ക് ഇന്ത്യയിൽ എത്തുവാനിടയായി തീർന്നു. ദൈവമക്കളെ, അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ ദൈവം പറയുന്നത് അനുസരിക്കാൻ ആര് തയ്യാറാകുന്നു അവർക്ക് വേണ്ടി എഴുന്നേൽക്കേണ്ടത് ദൈവത്തിന്റെ കടമയാണ്. നിങ്ങളുടെ വിഷയങ്ങൾ, ഞാനതാ പറഞ്ഞേ, എന്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞില്ല, എന്റെ പാസ്പോർട്ട് കിട്ടിയ വിഷയം ഞാൻ പറഞ്ഞായിരുന്നല്ലോ നിങ്ങളോട്. ഇന്ത്യയുടെ നിയമത്തെ ദൈവം മാറ്റി, സെൻട്രൽ ഗവൺമെന്റിന്റെ നിയമത്തെ മാറ്റി എനിക്ക് ദൈവം പാസ്പോർട്ട് നൽകി തന്നു. അന്ന് ഞാൻ ഒരു കാര്യം മനസ്സിലായി, ദൈവത്തിന് ഇന്ത്യൻ രാജ്യത്തിന്റെ നിയമം മാറ്റാൻ പറ്റും. എന്നാൽ ഞാൻ ഒരിക്കലും, നമ്മൾ പറഞ്ഞാലും നമ്മൾക്ക് അത്ഭുതങ്ങൾ അറിയാമെങ്കിലും 3 രാജ്യങ്ങളുടെ നിയമം ഒരേ സമയം മാറ്റിയാലേ എനിക്ക് ഇന്ത്യയിൽ എത്താൻ പറ്റത്തുള്ളൂ.
എന്നാൽ എനിക്ക് അന്നൊരു കാര്യം മനസ്സിലായി, ദൈവത്തിന് അമേരിക്കയും വിഷയമല്ല, UAEയും വിഷയമല്ല, ദൈവം എല്ലാത്തിനും സർവ്വാധിപനാണ്. ഹല്ലേലൂയ. ഏത് നിയമങ്ങൾക്കും അപ്പുറമായി ദൈവത്തിന് ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയും. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം ഏതാ? നിങ്ങളുടെ വിഷയത്തിന്റെ കാലപ്പഴക്കമല്ല കർത്താവിന് വിഷയം, ആരാണ് അതിന്റെ ഹെഡായിട്ടിരിക്കുന്നത് എന്നുള്ളതല്ല വിഷയം, ഏത് ഗവൺമെന്റ് ആണ് നിങ്ങളുടെ പേപ്പർ ഹോൾഡ് ചെയ്യുന്നതെന്നുള്ളതല്ല വിഷയം, ആരാണ് നിങ്ങളുടെ തലമുറകളുടെ പേപ്പർ സീൽ ചെയ്യാതിരിക്കുന്ന എന്നുള്ളതല്ല വിഷയം, ആരാണ് നിങ്ങളുടെ തലമുറകൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാതിരിക്കാൻ തടഞ്ഞു വെച്ചിരിക്കുന്നതുള്ളതല്ല ദൈവത്തിന്റെ വിഷയം. ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും ഉപവസിക്കാനും മനസ്സുണ്ടോ. സൗഖ്യം തരാൻ മനസ്സുണ്ടോ എന്ന് ഈ മകനോട് ചോദിക്കുമ്പോൾ തന്നെ ഇന്ന് രാത്രികാലം നിങ്ങളോട് ദൈവാത്മാവ് ചോദിക്കുക, നിങ്ങളുടെ വിഷയത്തിന്റെ മുമ്പിൽ കരയാൻ ഉപവസിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ആര് ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും തയ്യാറാകുന്നു, ആര് ദൈവസന്നിധിയിൽ കർത്താവേ എനിക്ക് മനസ്സുണ്ട്, ഈ വിഷയത്തിന്റെ നടുവിൽ നിന്ന് പുറത്തു വരുവാൻ എനിക്ക് മനസ്സുണ്ടെന്ന് പറയുന്നു, അവരുടെ വിഷയത്തിന്റെ മേൽ കർത്താവ് പ്രവർത്തിക്കും. ഈ മനുഷ്യൻ പറയുന്ന വാക്കുകളൊക്കെ കർത്താവ് കേട്ടിട്ടും അവന്റെ വേദന കൊണ്ടാണെന്ന് ദൈവം മനസ്സിലാക്കി. എന്നിട്ട് കർത്താവ് പറയുന്ന വാക്കാണ്, യേശു അവനോട് എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. അതായത് നമ്മുടെ വിഷയത്തിന്റെ നടുവിലുള്ള നമ്മൾ വർഷങ്ങളായി വെച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ആ മനുഷ്യൻ കിടക്കുന്ന കിടക്ക, ആ കിടക്ക എന്ന് പറയുന്നത് 38 വർഷമായി കൂടെ കൊണ്ടു നടക്കുന്ന ഒരു കാര്യം. ആ മനുഷ്യന് കൂട്ടായിട്ട് ആകെയുള്ളത് എന്താ? ആ കിടക്കയ. ആരും അവനെ അന്വേഷിച്ച് വരുന്നില്ല, ആരും അവന്റെ വിഷയത്തിൽ ഇടപെടുന്നില്ല, ആകെ അവന്റെ കണ്ണുനീരെന്നും വീഴുന്നത് ഈ കിടക്കയില്ല. കർത്താവ് പറയാം, മതി കരഞ്ഞത്, ഇനി നിന്റെ ഈ കിടക്ക നിനക്ക് ആവശ്യമില്ല, ഒരു കാര്യം ചെയ്യ്, ഇത് എടുത്തോണ്ട് അങ്ങ് പൊക്കോ, ഇനി ആ കിടക്ക ഇവിടെ ഇട്ടേക്കരുത് വേറൊരാൾക്ക് വേണ്ടി, നീ എടുത്തോണ്ട് പൊക്കോ, നിന്റെ വിഷയമായി നീ പൊക്കോ, ഇനി നിന്നെ ഇവിടെ കാണരുത്. ഈ വിഷയത്തിന്റെ നടുവിൽ നിന്നെ ഞാൻ വിടുവിച്ചു വിടുക എന്നേക്കുമായി. 38 വർഷമുള്ളത് എന്നുള്ളത് നിനക്ക് ഭാരമുള്ളതാ, നിനക്ക് വേദനയുള്ളതാ. വർഷങ്ങൾ കഴിയും തോറും നീ വർഷത്തെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന വിഷയം എന്റെ ജീവിതത്തിൽ വന്നിട്ട് ഇത്ര വർഷമായി ഞാൻ ഈ വിഷയവുമായി ഞാൻ കരയുന്നു, എന്റെ ഭർത്താവിന്റെ വിടുതല്, എന്റെ തലമുറയുടെ വിടുതല്, ഇന്ന വിഷയത്തിൽ ഞാൻ കരയുന്നു. എന്നാൽ കർത്താവ് ഇന്ന് രാത്രികാലം നിങ്ങളോട് പറയുക, നിങ്ങൾ കരയുന്ന വിഷയത്തിന്റെ തൂക്കവും ഭാരവും ഒക്കെ കർത്താവിന് അറിയാം. അതുപോലെ തന്നെ കർത്താവിന് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, കർത്താവിന്റെ മക്കളാണ് നമ്മൾ. എന്റെ തലമുറ ചില വിഷയത്തിന് വേണ്ടി കരയുന്നുണ്ടെന്ന്. ഇപ്പം എന്റെ മോൻ 3 വയസ്സേ ഉള്ളൂ, അവൻ ഇപ്പോഴേ അവന്റെ ആഗ്രഹം കാർ ഓടിക്കണമെന്ന്, പപ്പാടെ കൂടെ വണ്ടിയെ കയറി കാർ ഓടിക്കണോന്ന് അവന്റെ ആഗ്രഹം. എന്നാൽ നമ്മളിപ്പോ അവനെ സമ്മതിച്ചു കൊടുക്കത്തില്ല. കാറയിൽ ഇരിക്കണമെന്നും അപ്പന്റെ മടി ഇരുന്ന് സ്റ്റിയറിങ് പിടിക്കണമെന്നും ഒക്കെ അവൻ ആഗ്രഹമാണ്. എന്നാൽ അവൻ വെയിറ്റ് ചെയ്തേ പറ്റൂ ഒരു അല്പകാലം. ചില വിഷയങ്ങൾ നമ്മൾ അങ്ങനെയാ, കർത്താവിന്റെ സന്നിധി ചോദിക്കുമ്പോൾ കർത്താവ് നോക്കുന്നത് ആ വിഷയം ഹാൻഡിൽ ചെയ്യാനുള്ള പക്വതയുണ്ടോ. എന്റെ മോനോട് ചോദിച്ചാൽ അവൻ പറയും അവനെല്ലാം അറിയാം വണ്ടിയുടെ, 3 വയസ്സേ ഉള്ളെങ്കിലും ഇത് സ്റ്റിയറിംഗ് ആണോ ആക്സിലറേറ്റർ ആണോ ബ്രേക്ക് ആണോ ഒക്കെ അവനറിയാം. അവന്റെ അറിവ് കൊണ്ട് എനിക്ക് അവന്റെ ഈ വണ്ടി കൊടുക്കാൻ പറ്റത്തില്ല. കാരണം അവൻ അതിനുള്ള ശരീര വളർച്ചയില്ല, 2 പക്വതയില്ല. ദൈവമക്കളെ, ചില വിഷയങ്ങൾ ദൈവം നമ്മളെ കൊണ്ട് വെയിറ്റ് ചെയ്യിക്കുന്നതിന്റെ കാര്യം, ആ വിഷയത്തിന്റെ മറുപടി നിങ്ങളുടെ കയ്യിൽ എത്തിയാൽ നിങ്ങൾ അതിനെ എങ്ങനെ ആ വിടുതലിനെ കൈകാര്യം ചെയ്യുമെന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. ദൈവാത്മാവ് എന്നെ പഠിപ്പിച്ചൊരു കാര്യം, അതിൽ പഠിപ്പിച്ചത് യോസഫിനെ കുറിച്ചാണ്. യോസഫിന്റെ ചെറിയ പ്രായത്തിൽ യോസഫ് സ്വപ്നം കണ്ടു. എന്നാൽ ആ സ്വപ്നം കണ്ടതിന്റെ പിറ്റേ ദിവസം നടന്നിരുന്നെങ്കിൽ, സ്വപ്നം കണ്ടതിന്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ അപ്പനും അമ്മയും സഹോദരങ്ങളും എല്ലാം വന്ന് യോസഫിനെ വണങ്ങിയിരുന്നെങ്കിൽ നമ്മൾ പിന്നീട് കാണുന്ന യോസഫ് എങ്ങനത്തെ ഒരു യോസഫ് ആയിരിക്കും എന്നറിയാം. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കി. ചെറിയ പ്രായത്തിൽ വലിയ കാര്യങ്ങളൊക്കെ നേടുന്ന ഏതൊരു പിള്ളേർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അഹങ്കാരം. ഉറപ്പായും യോസഫ് ആ സ്വപ്നം കണ്ട സമയത്തും യോസഫിന്റെ ഉള്ളിൽ എന്തുണ്ട്? കണ്ടോ, നിങ്ങളുടെയൊക്കെ മുമ്പ് ദൈവം എന്നെ മാനിക്കും, ഞാൻ നിങ്ങളെക്കാളൊക്കെ വലിയവനാകും എന്നുള്ളൊരു ചിന്ത വരും. എന്നാൽ ദൈവം സ്വപ്നം കൊടുത്തു. എന്നാൽ പിന്നീട് ദൈവം കടത്തിവിട്ട വേദന എന്ന് പറയുന്നത് ഇവനെ പക്വതയുള്ള ഒരു മനുഷ്യനാക്കി മാറ്റുമായിരുന്നു. പക്വതയുള്ള ഒരു മനുഷ്യൻ. അതുകൊണ്ടാ എടുത്തുചാട്ടമില്ലാത്ത, പണ്ട് എടുത്തു ചാടി സ്വപ്നം വിവരിച്ചു പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്ന അപ്പന്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെ അടുക്കൽ ഓടി ഓടി എപ്പോഴും പോയി, ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു, ഇന്നലെ ഞാൻ ഇന്നൊരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന, എല്ലാം തുറന്നു പറയുന്ന ഒരു യോസഫ് നമ്മൾ വർഷങ്ങൾക്ക് ശേഷം സഹോദരങ്ങൾ അടുത്ത് വരുമ്പോൾ ചാടിക്കേറി പറയുന്നുണ്ടോ ഞാൻ നിങ്ങളുടെ സഹോദരനാണ്? ഇല്ല. എന്തുകൊണ്ടാ? പക്വതയിലേക്ക് വന്നു.
എപ്പോൾ, എങ്ങനെ, എപ്രകാരം പറയണമെന്നുള്ള പക്വതയിലേക്ക് യോസഫിനെ ദൈവം വരുത്തി. ചില വിഷയങ്ങളിൽ ദൈവം നമ്മൾക്ക് മറുപടി തരാത്തത് നമ്മൾക്ക് പരമായ ചില പക്വതയുടെ ആവശ്യമുണ്ട്. ദൈവമക്കളെ, എന്റെ ജീവിതത്തിൽ ഞാൻ ഓർത്തൊരു കാര്യമുണ്ട്. ഞാൻ പണ്ടൊക്കെ ഓർക്കുമായിരുന്നു, ദൈവമേ, ഇപ്പോഴും തലമുറയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കർത്താവെ, ശരി 28 വർഷം വരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടായിരുന്നു, ഒരു 25-26 ആയപ്പോഴേ കല്യാണം കഴിക്കേണ്ടതായിരുന്നു എന്നൊക്കെ പലപ്പോൾ ചിന്തിക്കും. പക്ഷെ എനിക്ക് ഒരു കാര്യം ഞാൻ പിന്നീട് ചിന്തിച്ചപ്പോൾ മനസ്സിലായി, 25-ാമത്തെ വയസ്സിലൊന്നും കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അത്രയും പക്വത വരത്തില്ലായിരുന്നു. ദൈവം കുറച്ചും കൂടെ കഷ്ടതകളിലും വേദനകളിലും നിന്നയിലും കൂടെ കടത്തി വിട്ടതുകൊണ്ട് ഇന്ന് പ്രതികൂലങ്ങൾ വരുമ്പോൾ ആ 25 വയസ്സിന്റെ ഒരു പക്വതയല്ല ഇപ്പോൾ എനിക്ക് 10 വർഷം കഴിയുമ്പോൾ എനിക്കുള്ളത്. ഒരുപാട് പക്വതയിലേക്ക് ചില വിഷയങ്ങൾ ഡീൽ ചെയ്യാൻ, അല്ലെങ്കിൽ എടുത്തുചാട്ടങ്ങൾ, അല്ലെങ്കിൽ ദേഷ്യം, ഇതൊക്കെ മാറ്റാൻ കർത്താവ് കൃപ നൽകി തന്നു. ഇതുപോലെ തന്നെയല്ലേ നമ്മൾ മോശയെ കാണുന്നത്. മോശ, നമ്മൾ കാണുന്ന ആദ്യത്തെ മോശ എങ്ങനത്തെ ഒരു മോശയാണെന്നറിയോ? ദേഷ്യം വന്നാൽ ഒറ്റയടിക്ക് ഒരു വ്യക്തിയെ കൊല്ലുന്ന മോശ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചൊരു ഭാഗം, ഞാൻ പുറപ്പാട് പുസ്തകം ഇങ്ങനെ വായിച്ചപ്പോൾ 25 ലക്ഷം ജനം മോശയുടെ കൂടെ നടക്കുക. മോശയ്ക്ക് രൂപാന്തരം വരുത്താതെയാണ് ഈ മോശ ലീഡർ ആയിരുന്നതെങ്കിൽ, ഏതാ മിസ്രൈമിൽ നമ്മൾ ആദ്യം കണ്ടൊരു മോശയില്ലേ, ദേഷ്യം വന്നപ്പോ ഒറ്റയടിക്ക് കൊന്ന മോശ. ആ മോശയുടെ കയ്യിലാണ് ദൈവം ഇസ്രായേൽ ജനത്തെ കൊടുത്തിരുന്നെങ്കിൽ, ഞാൻ ചിന്തിച്ചു, ദൈവമേ, 40 വർഷം കഴിയുമ്പോൾ എത്ര പേര് അതിനകത്ത് ജീവനോടെ കണ്ടിരുന്നേ. മോശയുടെ നേരെ പിറുപിറുക്കുമ്പോൾ മോശ ആദ്യം ചെയ്യുന്ന എന്തായിരിക്കും? ഒറ്റയടി. എന്നാൽ ആ മോശയുടെ എടുത്തുചാട്ടം ദൈവം കണ്ടിട്ട് മോശയോട് പറയും, വാ മോനെ, എനിക്ക് നിന്നെ ഒരു സ്ഥലത്തോട്ട് കൂട്ടിക്കൊണ്ട് പോകാനുണ്ട്. എവിടാന്നറിയാം? മരുഭൂമി. വാ, നമുക്ക് 2 പേർക്കും മാത്രമായ ഒരു സമയം, എനിക്ക് നിന്റെ മേലുള്ള വലിയൊരു പദ്ധതിയാണ്. എന്നാൽ മോശയ്ക്ക് 100 ചോദ്യം കാണും. ദൈവമേ, എന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അമ്മ എന്തുമാത്രം കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട് എന്റെ ചെറിയ പ്രായത്തിൽ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ, എന്നെ ഫറവോന്റെ കയ്യിൽ കൊടുക്കാതെ എന്നെ കൊണ്ടു നടക്കാൻ എന്റെ അമ്മ എന്തോരം കഷ്ടപ്പെട്ടെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ എന്റെ വളർച്ചയുടെ സമയത്ത് ഈ മിസ്രൈമിൽ ഞാൻ കടന്നുപോയ വേദനകളും അധികമാണ്. ഇതൊക്കെയും ഈ മരുഭൂമി വരാൻ വേണ്ടിയായിരുന്നു. എന്റെ വിളി ഇതല്ലായിരുന്നല്ലോ. എന്റെ മേൽ വലിയൊരു ദൗത്യമുണ്ടെന്നാ ഞാൻ മനസ്സിലാക്കിയത്. എന്നാൽ വെറും ആടുകളെ മേയ്ക്കാനാണോ ഇന്ന് അങ്ങ് എന്നെ വിളിച്ചിരിക്കുന്നത്? എന്നാൽ ദൈവം പറയുന്ന ഒരു വാക്ക്, മോശെ, നിന്റെ ചിന്തയാണിത്, എന്നാൽ ഞാൻ നിന്നിൽ കാണുന്നത് സൗമ്യനായ ഒരു മോശയാ, എടുത്തുചാട്ടക്കാരനും കോപിഷ്ഠനുമായ ഒരു മോശയല്ല കാണുന്നത്. ഞാൻ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി എന്റെ കയ്യിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇസ്രായേൽ ജനത്തിന്റെ വീണ്ടെടുപ്പ് നിന്നിൽ കൂടെ തന്നെയാ, അതിന് മാറ്റമൊന്നുമില്ല. അതിലേക്ക് ഞാൻ വേറെ ആരെയും അപ്പോയിന്റ് ചെയ്യത്തില്ല. എന്നാൽ ആ പക്വതയിലേക്ക് നീ ആകാത്തടത്തോളം ഇസ്രായേൽ ജനത്തെ എനിക്ക് നിന്റെ കയ്യിൽ വിശ്വസിച്ച് തരാൻ പറ്റത്തില്ല. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്ന കാര്യം ഇതാ. നിങ്ങളുടെ ജീവിതത്തിലെ ചില വിഷയങ്ങളുടെ നടുവിൽ, തലമുറയുടെ വിഷയത്തിന്റെ നടുവിൽ, ചില രാജ്യത്തേക്ക് പോകാനായിരിക്കാം, ചില കല്യാണത്തിന്റെ വിഷയത്തിലായിരിക്കാം. എന്നാൽ കർത്താവ് നിങ്ങളുടെ തലമുറയെ നിങ്ങളുടെ തലമുറയെ നോക്കുമ്പോൾ വയസ്സ് കൂടി പോകുന്നു. എന്നാൽ കർത്താവ് ആക്കി വെച്ചിരിക്കുന്ന, അല്ലെ നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ജീവിത പങ്കാളിയുടെ കൂടെ ക്ഷമയോടെ, സഹിഷ്ണുതയോടെ നിങ്ങളുടെ മകളോ മകനോ ആയി തീരണമെങ്കിൽ ചില പക്വതകളിലേക്ക്, ക്ഷമയിലേക്ക്, ക്ഷമയില്ലാത്ത തലമുറ ക്ഷമ പഠിക്കണം. ഇതൊക്കെ പഠിപ്പിക്കണമെങ്കിൽ കുറച്ച് സമയം കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്തേ പറ്റൂ. എന്റെ ജീവിതത്തിൽ എനിക്കറിയാം, ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഹസ്ബൻഡ് തനി അമേരിക്കനാണ്, മലയാളം സംസാരിക്കത്തില്ല, തനി അമേരിക്കൻ കൾച്ചറുള്ള ഒരു മനുഷ്യൻ. ഞാനാണെങ്കിൽ തനി മലയാളി. ഞങ്ങൾ രണ്ടും 2 ധ്രുവത്തിലുള്ള ആൾക്കാരാണ്. 2 ധ്രുവമാ ഞങ്ങളുടെ ഇഷ്ടങ്ങൾ 2 ധ്രുവമാ. ഞങ്ങളുടെ മനോഭാവം, ഞങ്ങൾ ഒരു കാര്യത്തെ കാണുന്ന വിഷയം 2 ധ്രുവമാണ്. എന്നാൽ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, കർത്താവെ, ഞാൻ ഒരു 25-ാമത്തെ വയസ്സിലോ 22-ാമത്തെ വയസ്സിലോ എന്റെ ഹസ്ബൻഡിനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നേനെ? എന്നും തല്ലും ബഹളമായേനെ. എന്നാൽ ആ വർഷം കല്യാണം വൈകിയ സമയങ്ങളിൽ നമ്മൾ ഒരുപാട് നിന്ദയും പരിഹാസവും ഒക്കെ കേൾക്കുമുണ്ടല്ലോ. സഹിക്കാനും ക്ഷമിക്കാനുമുള്ള പാഠങ്ങളായിരുന്നു കർത്താവ് അന്ന് എന്നെ പഠിപ്പിച്ചത്. ഇന്ന് ഞാൻ ഈ രാജ്യത്ത് വന്ന് എന്റെ ഹസ്ബൻഡുമായിട്ടുള്ള കുടുംബജീവിതത്തിൽ മുന്നോട്ട് ഇന്ന് 7 വർഷം, ഞങ്ങൾ ഡിസംബർ 1 ആയപ്പോ 7 വർഷമായി. തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവ് എന്നെ പഠിപ്പിച്ച പാഠങ്ങൾ എനിക്ക് എന്നും ഗുണമേ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ഓർക്കും വൈകി, നടക്കത്തില്ല. ഇല്ല, വൈകിട്ടില്ല, ടൈം പെർഫെക്റ്റ് ആണ്.
കർത്താവ് വിളിക്കുന്ന സമയം, കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്ന സമയം ഇന്നാ. കർത്താവ് പറയുക, വൈകിട്ടില്ല, കറക്റ്റ് സമയത്ത് എന്റെ അത്ഭുതം നിങ്ങൾ കാണും. എന്നാൽ കർത്താവിന് ഒരൊറ്റ ചോദ്യമേ ചോദിക്കാനുള്ളൂ, നിനക്ക് ഈ വിഷയത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ മനസ്സുണ്ടോ? മനസ്സുണ്ട് എന്ന് പറയുന്നവർക്ക് ഒരു കാര്യം ഞാൻ പറയുക, കർത്താവ് ആ വാക്കിന്റെ മുമ്പിൽ പ്രവർത്തിച്ചിരിക്കും. ഇന്ന് രാത്രികാലം നിങ്ങൾക്ക് വചനത്തിന്റെ മുമ്പിൽ നിങ്ങൾ പറയേണ്ട കാര്യം, കർത്താവ് എനിക്ക് മനസ്സുണ്ട്, ഞാൻ ഡൗട്ട് ചെയ്യത്തില്ല. കർത്താവ് വൈകിയാലും 38 വർഷമായാലും എന്റെ വിഷയത്തിന്റെ മേൽ, എന്റെ തലമുറയുടെ വിഷയത്തിന്റെ മേൽ കർത്താവെ എനിക്ക് വേണ്ടത് താൽക്കാലികമായ ഒരു മറുപടിയല്ല, നിലനിൽക്കുന്ന ഒരു മറുപടി. ഇനി ഒരിക്കലും ഈ മനുഷ്യൻ വിടുതൽ പ്രാപിച്ചിട്ട് കിടക്കയുമായിട്ട് ഈ കുളത്തിൽ വരത്തില്ല. അവനെ ദൈവം എന്നേക്കുമാണ് അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയത്. അങ്ങനെയെങ്കിൽ ദൈവാത്മാവ് പറയുക, എനിക്ക് തരാനുള്ള വിടുതൽ, പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് തരുന്ന വിടുതൽ താൽക്കാലികമല്ല, നിലനിൽക്കുന്ന ഒരു വിടുതൽ, ഒരിക്കലും മടങ്ങി വരുന്ന ഒരു വിടുതലല്ല, പോയിട്ട് പിന്നെ വരുന്ന ഒരു രോഗസൗഖ്യം പോലെയല്ല. നിലനിൽക്കുന്ന ചില വിടുതലുകൾ, നിലനിൽക്കുന്ന ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുന്ന ചില വിടുതലുകൾ നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ ദൈവത്തിന് കാണിച്ച് ദൈവം മഹത്വം അവിടെ വെളിപ്പെടേണ്ടത് ദൈവത്തിന് ആവശ്യമാണ്. ആകയാൽ ഒറ്റ കാര്യം, കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുക. കർത്താവെ, എനിക്ക് മനസ്സുണ്ട്, എന്റെ ഈ വിഷയത്തിൽ നിന്ന് പുറത്തു വരുവാൻ എനിക്ക് മനസ്സുണ്ട്. ഒരല്പസമയം കൂടെ ഞാൻ എന്നോട് ദൈവാത്മാ പഠിപ്പിച്ച ചില ഭാഗങ്ങളും കൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളിവിടെ സൗഖ്യത്തെക്കുറിച്ച് പറഞ്ഞു. കർത്താവെ, എനിക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ട്. എന്നാൽ ഈ മനുഷ്യ സൗഖ്യം മനസ്സുണ്ടെന്നുള്ളത് പറയുന്നില്ലെങ്കിലും പല എക്സ്ക്യൂസുകളാ പറയുന്നത്. കർത്താവ് അടുത്ത് എന്നെ പഠിപ്പിച്ചൊരു പാഠം, നമ്മുടെ ജീവിതത്തിൽ ഈ രോഗസൗഖ്യം ഭൗതികമായ അല്ലെങ്കിൽ ശാരീരികമായും ഭൗതികമായും ഉള്ള ചില വിടുതലുകൾ എന്നും നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലുണ്ട്. കർത്താവെ, വീട് വേണം, എന്റെ കടം മാറണം, എന്റെ തലമുറ, ഇതൊക്കെ. എന്നാൽ കർത്താവ് പലപ്പോഴും ഇൻഡെപ്ത് ആയിട്ട് ചിലരിൽ സംഭവിക്കുന്ന ഒരു കാര്യം, എന്റെ ജീവിതത്തിൽ അത് സംഭവിച്ചിട്ടുണ്ട്. ഈ എന്തൊക്കെ സൗഖ്യങ്ങൾ കിട്ടിയാലും എത്രയൊക്കെ ദൈവം വിടുതൽ തന്നാലും മനസ്സിന് മനസ്സമാധാനമില്ല. എല്ലാം ഉണ്ട്, മറ്റുള്ളവരെ പോലെ നോക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ മനസ്സമാധാനമില്ല. വീടുണ്ട്, തലമുറയുടെ വിവാഹവും കഴിഞ്ഞു, അത്യാവശ്യം സാധാരണ എല്ലാവർക്കും ഉള്ള രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉള്ളു താനും. എന്നാൽ മനസ്സമാധാനം, സ്വസ്ഥത എന്ന അവസ്ഥ ഇല്ലാത്ത ചിലരെ പരിശുദ്ധാത്മാവ് എനിക്ക് കാണിച്ചു തരുന്നു. എന്തോ ഈ സ്വസ്ഥത, എന്തോ ഈ മനസ്സമാധാനം, അത് നഷ്ടപ്പെട്ടാലേ നമുക്ക് സമാധാനം എന്തെന്നറിയത്തു. എന്നും സമാധാനം ഉള്ളപ്പോൾ നമുക്ക് സമാധാനത്തിന്റെ വില അറിയില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ടൊക്കെ ലൈക്ക് ഞാൻ കുഞ്ഞുനാളിലൊക്കെ ഓർക്കുന്ന, കുഞ്ഞുനാളിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സമാധാനമുള്ളത്. ഒന്നിനെ കുറിച്ച് അറിയണ്ട, രാവിലെ എഴുന്നേക്ക, അപ്പനും അമ്മയും എല്ലാം ചെയ്തു തരാനുണ്ട്, അല്ലെ? കുഞ്ഞുങ്ങൾക്ക് എന്ത് സമാധാനം അവരുടെ വിഷയത്തിലുള്ളത് ഞാൻ ഓർത്തിട്ടുണ്ട്. അതാണ് ഒരു ടെൻഷൻ ഇല്ലാത്ത ജീവിതം. എന്നാൽ നമുക്ക് ഈ സമാധാനം നഷ്ടപ്പെടുമ്പോഴാണ് നമുക്കത് ഉണ്ടായിരുന്നപ്പോഴുള്ള മനസ്സുഖം അറിയുന്നത്. എന്താണ് ഈ മനസ്സുഖം നമുക്ക് നഷ്ടപ്പെടാനുള്ള കാരണം, മനസ്സമാധാനം നഷ്ടപ്പെടാനുള്ള കാരണം? പലർക്കും അതിന്റെ റീസൺ അറിയത്തില്ല. എല്ലാവരും ഓർക്കുന്നതൊക്കെ ഇന്ന വിഷയം ഉള്ളത് കൊണ്ടാവാം എനിക്ക് ഇങ്ങനെ വരുന്നത്. എന്നാൽ പരിശുദ്ധാത്മാ പറയുന്നത്, മറഞ്ഞു കിടക്കുന്ന ചില പാപങ്ങൾ നമ്മുടെ മനസ്സമാധാനത്തെ എടുത്തു കളയും. മറഞ്ഞു കിടക്കുന്ന പാപങ്ങൾ, അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ചില പാപങ്ങൾ നമ്മൾ ഏറ്റുപറയും, എന്നാൽ മറഞ്ഞു കിടക്കുന്ന ചില പാപങ്ങളുണ്ട്. ഇത് കർത്താവ് എന്നെ പഠിപ്പിച്ചത് ഞാൻ നിങ്ങളോടൊന്ന് പറയാം. എന്നെ പഠിപ്പിച്ച രീതി തന്നെ ഞാൻ നിങ്ങളോട് പറയുക. നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരുവാന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണെന്നറിയാം? പ്രത്യേകിച്ച് ഇതിനകത്ത് കൂടുതൽ ആന്റിമാരെ ഞാൻ കാണുന്നതുകൊണ്ട് ചോദിക്കാം, നമ്മൾ എന്താ ആദ്യം ചെയ്യുന്നത്? നമ്മുടെ വീട്ടിലേക്ക് ഒരു വിരുന്നുകാർ വരുവാന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യുന്നത്, വേണ്ട ചർച്ചിലെ പാസ്റ്റർ വരുവാന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? നമ്മൾ ആദ്യം ചെയ്യുന്ന വീട് വൃത്തിയാക്കും. എവിടെ വൃത്തിയാക്കുന്ന അറിയാം? ലിവിംഗ് റൂം. കാരണം പാസ്റ്റർ എന്തായാലും അടുക്കളയിലും ബെഡ്റൂമിലും കയറത്തില്ല, ലിവിംഗ് റൂമിലേ വരത്തുള്ളൂ. നമ്മൾ ആദ്യം ചെയ്യുന്നത് കാണുന്ന ഭാഗം നമ്മൾ വൃത്തിയാക്കും, ഇല്ലേ? സോഫായും ടേബിളും തറയും പെട്ടെന്ന് വൃത്തിയാക്കുന്ന, 10 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് അടിച്ചു വാരി തൂത്ത് വൃത്തിയാക്കി. എന്നാൽ ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് നോക്കിയാൽ നമ്മൾ ഇങ്ങനെ തന്നെയല്ലേ ശുദ്ധീകരണം പ്രാപിക്കുന്നതും? കാണുന്നതെല്ലാം നമ്മൾ പെട്ടെന്ന് വൃത്തിയാക്കും. കർത്താവ്, ഇന്ന് ഞാൻ ആരെയെങ്കിലും വഴക്ക് പിടിച്ചോ, ഇന്ന് ഞാൻ ആരോടെങ്കിലും പിണങ്ങി ഇരുന്നിട്ടുണ്ടോ? ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമുള്ള പാപങ്ങളാണ്. ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് ഏറ്റു പറയും. കർത്താവ്, ഇന്ന് ഞാൻ
എന്റെ ഭർത്താവിനോട് വഴക്ക് പിടിച്ചു, അല്ലെ എന്റെ മോളോട് അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ പറയരുതായിരുന്നു, എനിക്കറിയായിരുന്നു അത് ചെയ്യരുതെന്ന്, പക്ഷെ ചെയ്തു പോയി. എന്റെ സഹോദരിയോട് വഴക്ക് പിടിച്ചു പോയി, അല്ലെങ്കിൽ എന്റെ മാതാപിതാക്കളോട്. ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് ഏറ്റു പറയും. അയ്യോ എന്റെ കൂട്ടുകാരോട് തെറ്റാന്ന് മനസ്സിലാക്കി നമ്മൾ ഏറ്റു പറയും. കാണത്തക്ക രീതിയിലുണ്ട് ആ പാപം, അത് ഏറ്റു പറഞ്ഞു. എന്നാൽ മറഞ്ഞു കിടക്കുന്ന പാപമുണ്ട്. അതായത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ, പെട്ടെന്ന് പാസ്റ്റർ വരുവാന്ന് പറഞ്ഞാൽ നമ്മൾ ആരും നമ്മളെ സോഫ എടുത്തു മാറ്റി സോഫയുടെ അടിയും സോഫയുടെ പുറവും ഒന്നും ക്ലീൻ ചെയ്യാറില്ല. ചെയ്യാറുണ്ടോ? ഇല്ല. കട്ടിലിന്റെ അടി പോയി ക്ലീൻ ചെയ്യുവോ? ക്ലീൻ ചെയ്യത്തില്ല. കാരണം കട്ടില് കൊണ്ട് അത് കവേർഡാ. കട്ടിലിരിക്കുന്നത് കൊണ്ട് ആ പൊടി താഴെ ആരും ചിലർ അടിച്ചു വരും പറയും, എടി അതിന്റെ അടിയിലൊന്നും ആരും ഒന്നും നോക്കാൻ പോകുന്നില്ല, അതവിടെ പിന്നെ ചെയ്യാം, അതൊക്കെ പിന്നെ ചെയ്യാന്ന് ചിലർ പറയില്ലേ. എന്തുകൊണ്ടാ? അല്ലെങ്കിൽ അടിച്ചു വരി തൂത്തിടാൻ പറ്റിയ സ്ഥലം അതാ, കട്ടിലിന്റെ അടിയിൽ സോഫയുടെ അടിയിലോട്ട്. സോഫയുടെ അടിയിൽ ആരും നോക്കാൻ പോകുന്നില്ല. എന്നാൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാ നമ്മുടെ ജീവിതത്തിലെ പാപങ്ങൾ. ആ പാപം ഇച്ചിരി കുഴപ്പമില്ല, സാരില്ല, അതവിടെ കിടന്നോട്ടെ. മനസ്സിലായി? അത് പ്രാർത്ഥന കൊണ്ട് കവർ ചെയ്യാം. അല്ലെങ്കിൽ മനസ്സിലാവുന്നുണ്ട്, വചനധ്യാനം കൊണ്ട്, വചനമൊക്കെ വായിക്കുമ്പോൾ ആൾക്കാർ അതങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കത്തില്ല. നമ്മൾ ഇങ്ങനെ ഹൈഡ് ചെയ്യും. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, മറഞ്ഞു കിടക്കുന്ന പാപത്തിന്റെ ഒരു പ്രത്യേകത, അത് കിടക്കും തോറും ആ തറയ്ക്കും അത് എവിടെ കിടക്കുന്നോ അതിനും ദോഷം വരുത്തിക്കൊണ്ടിരിക്കുക. അറിയാലോ, ചില പൊടികള് അല്ലെങ്കിൽ കിടന്ന് വർഷങ്ങളായിട്ട് ഒരു തറ തുടയ്ക്കാതെ കിടന്നാൽ എന്താ സംഭവിക്കുന്നത്? അവിടെ അത് കറയായി വരും, ഇല്ലേ? പിന്നെ പെട്ടെന്ന് തൂത്ത് വാരിയാലൊന്നും, ചൂല് കൊണ്ടൊന്നും തൂത്താൽ അത് പോകത്തില്ല. പിന്നെ ഡീപ്പ് ക്ലീനിങ് വേണം. എന്ന് വെച്ചാൽ എന്താ, ഒരു സൊല്യൂഷൻ ഒക്കെ ഒഴിച്ച്, അല്ലെ, ചിരണ്ടി ഓരോ ഭാഗം കളയേണ്ടി വരും. ദൈവാത്മ, ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും, ഈ കൊച്ച എന്തുവായിരുന്നു ഈ പറയുന്നത്? എന്റെ ജീവിതത്തിൽ എന്നെ കർത്താവ് പഠിപ്പിച്ചൊരു പാഠമാണ്. ഞാനും എന്റെ ജീവിതത്തിൽ കാണുന്ന പാപങ്ങൾ, കാണാത്ത പാപങ്ങളൊന്നും എനിക്കറിയാം. എന്നാൽ ദാവീദ് അത് പറയുന്നുണ്ട്, മറഞ്ഞിരിക്കുന്ന പാപം പോക്കി എന്നെ കാക്കേണേ. കാരണം ദാവീദിന് പോലും അറിയത്തില്ല, ദാവീദിന്റെ ഉള്ളിൽ മറഞ്ഞു പാപങ്ങൾ കിടപ്പുണ്ട്. ചില പാപ സ്വഭാവങ്ങൾ മറഞ്ഞു കിടപ്പുണ്ട്. എന്നാൽ കർത്താവ് ചോദിക്കുക, അതിൽ നിന്ന് പുറത്തു വരാൻ നിനക്ക് മനസ്സുണ്ടോ? അത് കിടക്കും തോറും, ആ പാപ സ്വഭാവം കിടക്കും തോറും, ആ പാപം മറഞ്ഞു കിടക്കുന്ന പാപം ഹൃദയത്തിന്റെ അടിത്തടങ്ങളിൽ കിടക്കും തോറും മനസ്സമാധാനം നഷ്ടപ്പെടും. ഈ മറഞ്ഞു കിടക്കുന്ന പാപം ഉള്ളിൽ കിടക്കുന്നിടത്തോളം നമ്മുടെ പ്രവൃത്തിയിൽ കൂടി, നമ്മുടെ സംസാരത്തിൽ കൂടി അത് പുറത്തു വരും. എങ്ങനെയാണെന്നറിയാമോ? ദേഷ്യമായി, അരോചകമായി. നമ്മൾ തന്നെ ഓർക്കും, ഈ വ്യക്തി എന്തിനാ, ഞാൻ ഒന്നും ചെയ്തു, വെറുതെ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നു? കാരണം ചിലത് ഉള്ളിൽ മറഞ്ഞു കിടക്കുകയാ. പരിശുദ്ധാത്മാവ് പറയുന്നു, പ്രായം ഒരു വിഷയമല്ല, എത്ര നാളായെന്നുള്ളതൊരു വിഷയമല്ല. കർത്താവ് ചോദിക്കുക, ആ പാപത്തിൽ നിന്ന് പുറത്തു വരുവാൻ നിനക്ക് മനസ്സുണ്ടോ? ദൈവാത്മാവ് ചിലരോട് സംസാരിക്കുക. ചില പാപത്തിന്റെ ശീലങ്ങൾ ഞാൻ എന്റെ ദൈവസന്നിധി എന്നെ ദൈവാത്മാവ് പഠിപ്പിക്കുന്ന ഒരു വാക്കിതാ, വചനത്തിന്റെ പ്രകാരം ചെറിയ പാപം വലിയ പാപമൊന്നുമില്ല. ഞാൻ പണ്ട് കുഞ്ഞുനാളി ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ ഒരു കുഞ്ഞു നുണയല്ലേ പറഞ്ഞുള്ളൂ. കുഞ്ഞായിരിക്കും മമ്മി അപ്പൊ എന്നോട് പറയും, മോനെ, ഒരു വാക്ക് പറഞ്ഞാലും 100 സെന്റൻസ് പറഞ്ഞാലും കർത്താവിന്റെ മുമ്പിലെ നീതിമാനായ ന്യായാധിപതിയുടെ മുമ്പിൽ അത് പാപം തന്നെയാണ്. ഇല്ല എന്ന്, ഇപ്പൊ ഒരു കാര്യം നീ ആ തെറ്റ് ചെയ്തതാ, ഞാൻ പറയാം ഇല്ല എന്ന് പറയുന്നതും, ഞാനൊരു വലിയ നുണ ഉണ്ടാക്കി പറയുന്നതും രണ്ടല്ല ഒന്നാ. സെയിം തെറ്റാ. 1 രൂപ മോഷ്ടിച്ചവനും 1000 കോടി മോഷ്ടിച്ചവന്റെയും പേര് കള്ളൻ തന്നെ. അങ്ങനെയെങ്കിൽ ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഓർക്കും, അതൊരു ചെറിയ പാപമല്ലേ, സാരമില്ലെന്ന് പറയുന്ന ഈ ഓരോ പാപങ്ങൾ പതുക്കെ അത് കൂടി നമ്മൾ അറിയാതെ ഇത് നമ്മുടെ ഹൃദയത്തിന്റെ തട്ടിലേക്ക് മറഞ്ഞു കിടന്ന് ദൈവപ്രവൃത്തി നമ്മളിൽ നടക്കാൻ പറ്റാതെ ഇത് കവർ ചെയ്ത് കിടക്കും. നമ്മൾ നോക്കുമ്പോൾ അനേക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്, ആൾക്കാർ വീട്ടിൽ വരുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, ആരും ഈ പൊടി കണ്ടുപിടിക്കുന്നില്ലല്ലോ നമ്മൾ ഓർക്കും. എന്നാൽ ഒരു സമയത്ത് ഇതൊക്കെ പുറത്തു വരും. എന്നെങ്കിലും ഒരിക്കൽ ക്ലീനിങ് ആവശ്യമാണ്. ക്ലീൻ ചെയ്യാതെ കിടന്നാൽ ദോഷം വരും. ദൈവാത്മാവ് ചോദിക്കുക, ആ പാപത്തിൽ നിന്ന് പുറത്തു വരാൻ നിനക്ക് മനസ്സുണ്ടോ? അത് ഏത് തരം പാപമായിക്കോട്ടെ, അവിശ്വാസമായിക്കോട്ടെ, സംശയമായിക്കൊള്ളട്ടെ, ദൈവാത്മാവ് ചോദിക്കുക, ആ പാപത്തിൽ നിന്ന് പുറത്തു വരുവാൻ മനസ്സുണ്ടോ? രണ്ടാമത് കർത്താവ് എന്നെ പഠിപ്പിച്ചതാണ്, ക്ഷമിക്കാൻ മനസ്സുണ്ടോ?
ചില വ്യക്തികളിൽ പക, പിണക്കം വർഷങ്ങളോളം കിടക്കും. ഈ മനുഷ്യൻ പറയുന്ന ഒരു കാര്യമാണ്, 38 വർഷമായി ഞാൻ ഇവിടെ കിടക്കാൻ തുടങ്ങി. മറ്റുള്ളവരൊക്കെ വിടുതൽ പ്രാപിക്കുന്നുണ്ട്, ഞാൻ വിടുതൽ പ്രാപിക്കുന്നില്ല. ദൈവാത്മാവ് പറയുക, വർഷം 38 അല്ലെ 40 എന്തുകൊണ്ട് വിടുതൽ പ്രാപിക്കുന്നില്ലെന്നറിയാമോ? നിനക്ക് ക്ഷമിക്കാൻ മനസ്സുണ്ടോ? എന്ത് ക്ഷമിക്കാനാ? മറ്റുള്ളവരോട് ക്ഷമിക്കാൻ മനസ്സുണ്ടോ? ക്ഷമ കൊടുക്കാൻ മനസ്സുണ്ടോ? എന്നെ ദൈവാത്മാവ് പലപ്പോഴും ചോദിച്ചൊരു കാര്യം, നമുക്ക് ക്ഷമ മേടിക്കാൻ ഇഷ്ടമാണ്. നമുക്കെല്ലാം ഇഷ്ടം എന്താണെന്നറിയാം. എന്റെ പപ്പ പണ്ടൊരു ഉദാഹരണം പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. ഈ അപ്പച്ചമാർക്കും അമ്മച്ചിമാരും ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാം. പണ്ടത്തെ കാലത്ത്, ഇന്നത്തെ ജനറേഷൻ അറിയാവുന്ന അറിയത്തില്ല, പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ മമ്മിയുടെ വീട്ടിലൊക്കെ കിണ്ടി എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടായിരുന്നു. കിണ്ടി, വെള്ളം കോരി വെക്കുന്ന, കാലൊക്കെ കഴുകാൻ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാ. അതിന്റെ പ്രത്യേകത വിസ്താരം, മേടിക്കുന്നിടം വിസ്താരമുള്ളതും കൊടുക്കുന്നിടം വളരെ ചെറുതുമാണ്, വളരെ ചെറിയൊരു ഭാഗമാണ്. എന്നാൽ മേടിക്കുന്നിടം വളരെ വിസ്താരമായ ഒരു വായുള്ളൊരു ഭാഗമാണ്. ഇതുപോലെയാണ് നമ്മളും. നമുക്ക് ഇപ്പൊ നമ്മളൊരു തെറ്റ് ചെയ്തു, നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നറിയോ? ഞാൻ ചെന്ന് ആ വ്യക്തിയോട് ക്ഷമ പറയുമ്പോൾ ആ വ്യക്തി എനിക്ക് എന്ത് ചെയ്തോണം? പൂർണ്ണ മനസ്സോടെ എനിക്ക് ക്ഷമ തന്നോണം. അതായത് ഏറ്റവും വലിയ കാര്യമാണ് നമ്മൾ ദൈവസന്നിധി ചെന്നിരിക്കുമ്പോൾ, കർത്താവേ, ഇന്ന് എന്റെ ജീവിതത്തിൽ വന്നുപോയ സകല പാപങ്ങളും എന്നോട് ക്ഷമിക്കണേ എന്ന് പറയുമ്പോൾ കർത്താവ് 100% എന്ത് ചെയ്തോണം? എനിക്ക് ക്ഷമ തന്നോണം. നമ്മളിത് പ്രതീക്ഷിച്ചായിരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ച് ആമേനും പറയും, കർത്താവ് എന്റെ പാപമെല്ലാം ക്ഷമിച്ചതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ ആമേൻ. ആ വിശ്വാസത്തോടു കൂടി നമ്മൾ കിടക്കാൻ പോകുന്നു. എന്നാൽ കർത്താവ് അങ്ങോട്ട് ഒരു ചോദ്യം ചോദിക്കുക, നിങ്ങൾക്ക് മറ്റൊരാൾക്ക് ക്ഷമ കൊടുക്കാൻ മനസ്സുണ്ടോ? അത് നിങ്ങളുടെ തലമുറയാവാം, ഭർത്താവാകാം, ഭാര്യയാകാം, സഹോദരങ്ങളാവാം, ആരുമാവാം. നമ്മളിൽ എത്ര പേർക്ക് മനസ്സുണ്ട്? നമ്മളെ വേദനിപ്പിച്ചതാ, ശരിയാ. വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചു, പ്രവൃത്തി കൊണ്ട് വേദനിപ്പിച്ചു, വിശ്വാസ വഞ്ചന കാണിച്ചിട്ടുണ്ടാവാം. എന്നാൽ കർത്താവ് ചോദിക്കുക, ആ വ്യക്തിക്ക് ക്ഷമ കൊടുക്കാൻ മനസ്സുണ്ടോ? ദൈവമക്കളെ, എനിക്ക് എന്റെ ജീവിതത്തിൽ നിന്ന് പറയാൻ കഴിയും, എനിക്കതൊരിക്കലും പാപമായിരുന്നെന്ന് അറിയില്ല. ഞാൻ തുറന്നു പറയുക, എനിക്കതിനകത്ത് ഒരു ലജ്ജയില്ല. കർത്താവ്, കാരണം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്ന വലിയ അനുഗ്രഹങ്ങളൊക്കെ പറയുമ്പോഴും കർത്താവ് യഥാർത്ഥമായി തന്നത് നിത്യതയല്ലേ? കർത്താവുമായിട്ടുള്ള സഹവാസമല്ലേ എനിക്ക് തന്നത്? കർത്താവിന്റെ മകളാകാനുള്ള ഭാഗ്യമല്ലേ തന്നത്? അങ്ങനെ മകളായപ്പോൾ കർത്താവ് എന്നെ പഠിപ്പിച്ചൊരു വലിയ പാഠമാണ്. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യണം. എനിക്ക് മറ്റുള്ളവർ ചെയ്യണമെന്ന് ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത് ഞാൻ മറ്റൊരാൾക്ക് കൊടുത്താൽ മതി. എൻ്റെ ഉള്ളിൽ, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഉള്ളിൽ വർഷങ്ങളായി കൊണ്ട് നടന്നത് എനിക്ക് അറിയില്ലായിരുന്നു അത് അൺഫോർഗിവനസ് ആണെന്ന്. എനിക്കറിയില്ലായിരുന്നു. കാരണം ഞാൻ നിങ്ങളോട് എന്റെ അനുഭവ സാക്ഷ്യം പറഞ്ഞല്ലോ, പല രീതിയിലുള്ള കുത്തുവാക്കുകളും നിന്നയും അപമാനവും എന്നും കേട്ടുകൊണ്ടിരിക്കുക. ഒരു ദിവസം പോലും നിന്ന കേൾക്കാത്തൊരു ദിവസം ഞങ്ങളുടെ ജീവിതത്തിലില്ല. പെന്തിക്കോസിൽ പോയതിന്റെ പേരിലും വീടില്ലാത്തതിന്റെ പേരിലും പല രീതിയിലുള്ള നിന്ദകൾ. അപ്പൊ എന്തോ നമ്മുടെ മനസ്സ് മുറിപ്പെടുക മാത്രമല്ല, നമ്മളെ മുറിച്ചവരെയും നമ്മൾ എന്ത് ചെയ്യും? ഓർക്കും. പറഞ്ഞ വാക്കുകൾ നമ്മൾ ഓർക്കും. പിന്നെ ഞാൻ ആ വ്യക്തിയെ കാണുമ്പോൾ ആ പറഞ്ഞ വാക്കിന്റെ വേദനയോടുകൂടിയാണ് ഞാൻ ആ വ്യക്തിയെ കാണുന്നത്. മനസ്സിലായോ? അവരെന്നോട് വന്നിപ്പം സോറി കേട്ടോ, അപ്പോഴത്തെ വിഷമത്തിൽ പറഞ്ഞെന്ന് പറഞ്ഞാലും ഓക്കെ ക്ഷമിച്ചു, നമ്മൾ പറഞ്ഞു. പക്ഷെ ശരിക്കും നമ്മൾ ഹൃദയം കൊണ്ട് ക്ഷമിച്ചോ? അത് ഞാൻ എങ്ങനെയാ മനസ്സിലാക്കിയെന്ന് ഞാൻ നിങ്ങളോട് പറയാം. എന്നോട് ഒരു ദിവസം കർത്താവ് ഈ ചോദ്യം ചോദിച്ചു, മോളെ, നിനക്ക് അവരോട് ക്ഷമിക്കാൻ മനസ്സുണ്ടോ? ഞാൻ പറഞ്ഞു, കർത്താവെ മനസ്സുണ്ട്. എന്നാ ക്ഷമിക്ക്. ഞാൻ പറഞ്ഞു, കർത്താവെ ക്ഷമിച്ചല്ലോ, ഞാൻ അവരോട് ക്ഷമിച്ചല്ലോ. അവരെന്നോട് സോറി ചോദിച്ചു, ഞാൻ അവർക്ക് ക്ഷമയും കൊടുത്തു. അപ്പൊ കർത്താവ് ചോദിച്ചു, യഥാർത്ഥമായി മനസ്സോടെ നീ ക്ഷമിച്ചോ? ഞാൻ പറഞ്ഞു, കർത്താവെ ക്ഷമിച്ചു, എനിക്ക് അവരോട് ഒരു പ്രശ്നവും ഇല്ല. അവരെ ഇപ്പോഴും ഞങ്ങൾ കാണുന്നുണ്ടല്ലോ, ഞാൻ സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പൊ കർത്താവ് ചോദിച്ചൊരു കാര്യം, ഓക്കെ, ഒറ്റ ചോദ്യം, ഞാൻ ഇപ്പൊ ആ വ്യക്തിയുടെ പേര് പറയുമ്പോൾ നിന്റെ ഉള്ളിൽ മനസ്സമാധാനമാണോ ഉള്ളത്, അതോ അവര് പറഞ്ഞ വാക്കുകളാണോ ആദ്യം വരുന്നത്? ആ വ്യക്തി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, ആ വ്യക്തിയുടെ പേര് പറയുമ്പോൾ മനസ്സിനൊരു മനസ്സമാധാനമാണോ വരുന്നത്, അതോ ഇപ്പോഴും
അവര് പറഞ്ഞ വാക്കാണോ വരുന്നത്? അപ്പൊ ഞാൻ കർത്താവിനോടുള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു, കർത്താവേ, മനസമാധാനമില്ല. കാരണം അവര് പറഞ്ഞത് എന്താന്ന് കർത്താവിന് അറിയാവോ? കർത്താവിന് അറിയാം അവരെന്താ എന്നോട് പറഞ്ഞെന്ന്, അവരെന്താ എന്നോട് കാണിച്ചെന്ന് കർത്താവിന് അറിയാവോ? അപ്പം നമ്മുടെ സംസാരത്തിന്റെ രീതി മാറാൻ തുടങ്ങി. അതുവരെ ശാന്തമായിട്ടിരുന്ന നമ്മൾ കർത്താവിനോടും പറയുന്നത്, ഞാൻ എന്റെ പ്രാർത്ഥനാ ശൈലി കേട്ടോ ഞാൻ പറയുന്നത്. കർത്താവിന് അറിയാം അവരെന്താ എന്നോട് പറഞ്ഞത്, അവരെന്താ എന്നോട് കാണിച്ചെന്നറിയാമോ? അപ്പൊ കർത്താവ്, നീ ഇപ്പൊ ക്ഷമിച്ചില്ലേ? ക്ഷമിച്ചു. പക്ഷേ അവിടെ ഒരു പക്ഷയുണ്ട്. അപ്പൊ കർത്താവിനോട് പറഞ്ഞു, മോളെ, നീ പൂർണ്ണമായിട്ട് ക്ഷമിച്ചില്ല, നീ അവർക്ക് ക്ഷമ കൊടുത്തിട്ടില്ല. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാ ഞാൻ അവരുടെ പേര് പറയുമ്പോൾ, അല്ലെ അവരെ കുറിച്ചുള്ള ഒരു ചിന്ത വരുമ്പോൾ നിനക്ക് വെപ്രാളം, നിനക്ക് ആദി, നിനക്ക് വേദന, നിനക്ക് അത് സഹിക്കാൻ പറ്റത്തില്ല. പണ്ടത്തെ കാര്യമെല്ലാം ഓർമ്മ വരും. അതിനെന്നെ കർത്താവ് കാണിച്ചൊരു വെളിപ്പാടും കൂടെ ഞാൻ നിങ്ങളോട് പറയുക. അതേ രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോൾ കർത്താവ് എന്നെ ഒരു വെള്ള നോട്ട്ബുക്ക് കാണിച്ചു, ഒരു വെള്ള പേപ്പർ. എന്നിട്ട് പറഞ്ഞു, നീ ആ വ്യക്തികളുടെ പേര്, അവര് ചെയ്തത് ആ പേപ്പറിലോട്ട് എഴുതാൻ പറഞ്ഞു. ഞാൻ എഴുതി. വെളിപ്പാടിലാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ എഴുതുക, ഓരോ വ്യക്തിയുടെ പേരെഴുതി അവർ ചെയ്തതും പറഞ്ഞതും എല്ലാം അക്കമിട്ട് എഴുതി. ആ ബുക്കിന്റെ പേപ്പർ നിറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം കർത്താവിന്റെ മുമ്പിൽ എനിക്ക് കാണിക്കാമല്ലോ ഇവരെന്തൊക്കെ എന്നെ ചെയ്തതെന്ന്, പറഞ്ഞതെന്ന്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നീ ക്ഷമിച്ചെന്നല്ലേ പറഞ്ഞേ? അതെ, ക്ഷമിച്ചെങ്കിൽ ആ പേപ്പർ അങ്ങ് കീറിക്കളഞ്ഞേക്കാൻ പറഞ്ഞു. ഞാൻ ആ പേപ്പർ കീറിക്കളഞ്ഞു. നീ പൂർണ്ണമായി ക്ഷമിച്ചെങ്കിൽ അത് കീറിക്കളഞ്ഞു. ഞാൻ ആ പേപ്പർ മുഴുവനായിട്ട് കീറിക്കളഞ്ഞു. പിറ്റേ ദിവസം എന്നോട് ചോദിച്ചു, ക്ഷമിച്ചോ? ഞാൻ പറഞ്ഞു, ക്ഷമിച്ചു, പേപ്പർ കളഞ്ഞു. അപ്പൊ കർത്താവ് പറഞ്ഞു, കളഞ്ഞെന്നുള്ള സത്യമാണ്, എന്നാൽ നീ ആ രണ്ടാമത്തെ പേജ് നോക്കാൻ പറഞ്ഞു. രണ്ടാമത്തെ പേജ് നോക്കിയപ്പോൾ ഞാൻ പേന കൊണ്ട് എഴുതിയ പേപ്പർ കളഞ്ഞു, പക്ഷെ പേന കൊണ്ടല്ല എഴുതിയത്. അതുകൊണ്ട് അടുത്ത പേപ്പറെ ഞാൻ എഴുതിയതെല്ലാം പതിഞ്ഞിട്ടുണ്ടായിരുന്നു. മനസ്സിലാവുന്നതാണ് ഞാൻ പറയുന്നത്? പേപ്പർ കളഞ്ഞാലും അപ്പുറത്തെ പേജിൽ എന്ത് കിടപ്പുണ്ട്? നമ്മൾ എഴുതിയ മാർക്ക് കിടപ്പുണ്ട്. അപ്പൊ കർത്താവ് പറഞ്ഞു, അതുകൊണ്ട് ഇപ്പോഴും നിനക്ക് വേദനിക്കുന്നത്. നീ ക്ഷമ കൊടുത്തു, തൽക്കാലമുള്ള ക്ഷമ കൊടുത്തു, എന്നാൽ ഹൃദയത്തിന്റെ ഉള്ളിൽ നിനക്ക് ക്ഷമിക്കുവാൻ കഴിയുന്നില്ല. അതിന്റെ മാർക്ക് അവിടെ കിടക്കുക. എന്നാൽ ഞാൻ നിനക്ക് തരുന്ന ക്ഷമ എങ്ങനെയാന്ന് കാണണോ? ദൈവാത്മാവ് എന്നെ കാണിച്ചത്, ഒരു പേപ്പറെ നമ്മുടെ പേരെഴുതി നമ്മൾ ചെയ്ത സകല പാപങ്ങൾ, ഞാൻ ചെയ്ത പാപങ്ങളെല്ലാം കർത്താവ് എന്നെ എഴുതി കാണിച്ചു ആ പേപ്പറെ. നീ ഇന്നത് പറഞ്ഞു, ഇന്നത് ചെയ്തു. ഒരു പേജ് അല്ലായിരുന്നു കേട്ടോ, അത് പറയുന്നതിനും എനിക്ക് ലജ്ജയില്ല. 1, 2, 4 പാപമൊന്നും അല്ല. ഒരു പേജ് നിറച്ച്, അടുത്ത പേജ് നിറച്ച് അങ്ങോട്ട് എഴുതി കഴിഞ്ഞിട്ട് കർത്താവ് പറഞ്ഞു, ഇനി ഞാൻ ക്ഷമ തരുന്നത് എങ്ങനെയാ നിനക്ക് കാണണോ? കർത്താവിന്റെ രക്തം അതിലേക്ക് ഒഴിച്ചിട്ട് കർത്താവ് എന്നെ കാണിച്ചു, ദേ ഇത് മൊത്തം ഞാൻ കഴുകിക്കളഞ്ഞു. എന്നെ ഒരു പുതിയ നോട്ട്ബുക്ക് എടുത്തിട്ട് പറഞ്ഞു, ഇതാ ഇപ്പം ഞാൻ നിന്നെ പിന്നീട് കാണുമ്പോൾ, അല്ലെ നീ എന്റെ അടുക്കൽ വന്ന് നിൽക്കുമ്പോൾ, നീ എന്റെ അടുക്കൽ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ നിന്നെ കാണുന്ന ക്ലീൻ ഷീറ്റ് ആയിട്ടാണ്, പുതിയ ബുക്കായിട്ടാണ്. അതിനകത്ത് ഒരു മാർക്കില്ല, ഒരു മാർക്ക് വീണിട്ടില്ല. നമ്മൾ പിടിച്ചെഴുതുമ്പോൾ അപ്പറേ ആ കൈയക്ഷരത്തിന്റെ പതിയുന്നത് പോലെ ഒരു പതിയലും ഇല്ല. കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിന്റെ പാപത്തെ സമുദ്രങ്ങളുടെ അടിയിലാ എറിഞ്ഞു കളഞ്ഞത്. അതാർക്കും ഇനി പൊക്കിയെടുത്തുകൊണ്ട് വരാൻ പറ്റത്തില്ല. കിലോമീറ്ററുകളുടെ ആഴങ്ങളിലേക്ക് ഞാൻ എറിഞ്ഞു കളഞ്ഞു. ഇനി അതാരും പൊക്കിയെടുക്കത്തില്ല. 2, നീ എന്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നീ പണ്ട് ഇന്നത് ചെയ്തവളല്ലേ എന്നുള്ള രീതിയിലല്ല ഞാൻ നിന്റെ പ്രാർത്ഥന കേൾക്കാനിരിക്കുന്നത്. അവൾ എന്റെ പുത്രി, എന്റെ മകൾ എന്നുള്ള നിലയിലാണ്. പണ്ടത്തെ നമ്മുടെ പാപങ്ങൾ കർത്താവും ഓർത്തെടുത്തിട്ട്, നീ പണ്ട് കൊലപാതകം ചെയ്തവളല്ലേ, അല്ലെങ്കിൽ പണ്ട് നീ മോഷ്ടിച്ചവളല്ലേ, അല്ലെങ്കിൽ പണ്ട് നുണ പറഞ്ഞവളല്ലേ, വാ ഇനി നിന്റെ പ്രാർത്ഥന കേൾക്കാന്ന് പറഞ്ഞാൽ നമ്മളെ വിളിക്കുന്നതെങ്കിലോ? എന്നാൽ നമ്മൾ മറ്റുള്ളവരെ അങ്ങനെയല്ലേ വിളിക്കുന്നത്? നമ്മൾ മറ്റുള്ളവരെ എങ്ങനെ, ദേണ്ട് ആണ്ട് ഗസ്റ്റ് വരുന്നുണ്ട്, പണ്ട് എന്നെ പറ്റിച്ചു പോയ ആൾ അതാണ്ട് വരുന്നുണ്ട്. നമ്മൾ അങ്ങനെയല്ലേ? ചിന്തിച്ചു നോക്കിക്കേ, നമ്മളെ കുറിച്ച് നമ്മൾ എന്തോ പറയുന്നത്. അതിനകത്ത് ഏറ്റവും നല്ലൊരു ഉദാഹരണം ഞാൻ പറയാം. യേശുവിനെ ഒറ്റിക്കൊടുത്ത ഇസ്കരിയോത്ത് യൂദായെ നമ്മൾ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇപ്പോഴും നമ്മൾ എങ്ങനെ പറയുന്നത്? യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദ, അത് എടുത്തു പറയും. ഭയങ്കര സന്തോഷം അത് എടുത്തു പറയുന്നത്, യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദ. എന്നാൽ പത്രോസിനെ
പറയുമ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ദേവദാസന്മാർ പറയുന്ന യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് ഇല്ലേ? എന്നാൽ ആ വാക്കിനേക്കാൾ കൂടുതൽ കേൾക്കുന്ന എന്താണെന്നറിയോ? തള്ളിപ്പറഞ്ഞ പത്രോസ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കുന്നത് സഭയുടെ അല്ലെ, ഞാൻ എന്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ലെന്ന് പറയുമ്പോൾ പത്രോസിനെ ദൈവം പറയുന്നത് എന്താ? ഞാൻ നിന്നെ അതിന്റെ മേലധികാരിയാക്കാൻ പോവാ. മനസ്സിലായോ ദൈവമക്കളെ? പത്രോസ് ചെയ്ത തെറ്റിനെ അല്ല കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നെ ആ ഫൊർഗീവ്നെസ്, മനസ്സുണ്ടോ നിനക്ക് ക്ഷമ കൊടുക്കാൻ? ദൈവമക്കളെ, നമ്മൾ ക്ഷമ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ പാപങ്ങളും കർത്താവ് ക്ഷമിക്കുന്നില്ല കേട്ടോ. എനിക്കറിയാം ഈ മെസ്സേജ് ഇങ്ങനെ പറയുമ്പോൾ എത്ര പേര് ഉൾക്കൊള്ളൂന്ന് അറിയത്തില്ല. പക്ഷെ ഒരു വ്യക്തി ഉൾക്കൊണ്ട് മാനസാന്തരപ്പെട്ടാൽ കർത്താവ് പറയുക, എനിക്ക് നിങ്ങളുടെ വിഷയത്തിൽ പ്രവർത്തിക്കാൻ മനസ്സുണ്ട്. മനസ്സില്ലാതെ കിടക്കുന്നതിന്റെ കാര്യം, നമ്മൾ ഇങ്ങനെ തന്നെ നിന്നു പോകുന്ന കാര്യം, പലപ്പോഴും കർത്താവ് നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല. കർത്താവ് നമ്മളോട് പറഞ്ഞ ഒരു കാര്യം എന്താ? കർത്താവിന്റെ പ്രാർത്ഥനയിൽ പോലും കർത്താവ് അത് പറയുന്നുണ്ട്. എന്തുവാ? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. നമ്മൾ ഓൾറെഡി അങ്ങനെ തന്നെയാ പ്രാർത്ഥിക്കുന്നത്. എന്തുവാ പ്രാർത്ഥിക്കുന്നത്? കർത്താവേ, ഞാൻ മറ്റുള്ളവരുടെ പാപം എങ്ങനെയാണോ ക്ഷമിക്കുന്നത് അതുപോലെ എന്റെ പാപം ക്ഷമിച്ചാൽ മതി എന്ന് നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിന്, എൻ്റെ ഹസ്ബൻഡിന്, എൻ്റെ മാതാപിതാക്കൾക്ക്, എൻ്റെ സഹോദരങ്ങൾക്ക് ഞാൻ 50% ക്ഷമ കൊടുക്കുന്നുള്ളൂ. ഞാൻ എല്ലാം ക്ഷമിക്കാം, പക്ഷെ അത് മാത്രം ക്ഷമിക്കത്തില്ല. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ, സിസ്റ്റർ ഞാൻ എല്ലാം ക്ഷമിക്കും, ഇതുവരെ ചെയ്തതെല്ലാം ഞാൻ ക്ഷമിക്കാം, പക്ഷെ അവള് പറഞ്ഞ ആ ഒരു വാക്ക്, അത് സിസ്റ്ററെ ഇനി മരിച്ചാലും ഞാൻ ക്ഷമിക്കത്തില്ല. ഞാനിത് പറയാൻ കാരണം ഞാൻ അങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും കൗൺസിലിംഗ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഇന്നർ ഹീലിംഗ്, മനസ്സിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് കൗൺസിൽ ചെയ്യുമ്പോൾ ചിലർ പറയുന്ന ഒരു കാര്യമുണ്ട്, സിസ്റ്ററെ ഞാൻ എല്ലാം ക്ഷമിക്കാം, പക്ഷെ അവൾ എന്നോട് പറഞ്ഞ ആ ഒരു വാക്ക്, അത് ഞാൻ മരിച്ചാലും ഞാൻ ക്ഷമിക്കത്തില്ല. ഞാൻ അപ്പൊ അവരോട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ മരിച്ചാൽ ക്ഷമിക്കത്തില്ലെങ്കിൽ അത് പിടിച്ചോണ്ടിരുന്നാൽ ആർക്കാ നഷ്ടം? നിങ്ങൾക്ക് തന്നെയാ നഷ്ടം. കാരണം നിങ്ങളും ദൈവസന്നിധി, പക്ഷെ നമ്മൾ ദൈവസന്നിധി പോയിരിക്കുമ്പോൾ നമ്മുടെ ചിന്ത എന്നാ? എന്റെ കർത്താവ് എന്റെ പാപം എല്ലാം എന്നോട് ക്ഷമിക്കും. ക്ഷമിക്കുന്നില്ല ദൈവമക്കളെ. അങ്ങനെയാണെങ്കിൽ ദൈവവചനം തെറ്റാ എഴുതിയിരിക്കുന്നത്. എന്തുവാ? എന്റെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ പാവളും ഞങ്ങളോട് ക്ഷമിക്കണം. അത് തെറ്റാവും, ആ വചനം തെറ്റായി മാറും. അതുകൊണ്ടാ പറയുന്ന, ദൈവം നിങ്ങൾ മറ്റുള്ളവർക്ക് ക്ഷമ കൊടുക്കണം. കർത്താവ് ചോദിക്കുക, നിങ്ങളെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി, നിങ്ങളെ കഷ്ടം അനുഭവിപ്പിക്കുന്നവർക്ക് വേണ്ടി, നിങ്ങളെ നിന്ദിക്കുന്നവർക്ക് ക്ഷമ കൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ഞാൻ പറഞ്ഞ വാക്കുകളൊക്കെ ഓർക്കുന്നുണ്ടാവും. സൗഖ്യമാക്കുവാൻ, നിങ്ങളുടെ വിഷയത്തിൽ സൗഖ്യമാകാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? 2, ഞാൻ പറഞ്ഞത് മറ്റുള്ളവരുടെ വേദനകളിൽ അല്ലെങ്കിൽ അവർ നമ്മളെ വേദനിപ്പിച്ച മുറിപ്പാടുകളിൽ ഫൊർഗീവ് ചെയ്യാൻ, ക്ഷമിക്കാൻ മനസ്സുണ്ടോ? 3, സ്നേഹിക്കാൻ മനസ്സുണ്ടോ? ഞാൻ പെട്ടെന്ന് പറഞ്ഞു സമയം പോയത് കൊണ്ട്. മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ മനസ്സുണ്ടോ? കർത്താവ് എങ്ങനെയാണ് നമ്മളെയൊക്കെ ഉൾക്കൊണ്ടത്? ഞാൻ പലപ്പോഴും ഓർക്കും, ജാതി മഹിമയോ കുലമഹിമയോ ഒന്നും വെച്ചല്ല കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തത്. നമ്മുടെ അയോഗ്യതകളാണ് നമ്മളെ യോഗ്യരാക്കി തീർത്തത്. ഞാൻ പാപിയായിരുന്നു എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ യോഗ്യത കർത്താവിന്റെ സന്നിധിയിൽ. ഞാൻ പാപി ആയിരുന്നത് കൊണ്ടാണ് എനിക്ക് പാപക്ഷമ കിട്ടിയത്. അതാണ് എന്റെ യോഗ്യത. ഞാൻ പാപിയായിരുന്നു, എന്നാൽ കർത്താവ് എന്നെ സ്നേഹിച്ചത് ഞാൻ പാപിയായിരുന്നത് കൊണ്ടാണ്. ക്രിസ്തു സഭയെ സ്നേഹിക്കുന്ന എങ്ങനെയാ ദൈവമക്കളെ? അവളുടെ കുറവുകളോട് കൂടെയാണ് നമ്മളെ സ്നേഹിച്ചത്. അങ്ങനെയെങ്കിൽ മറ്റുള്ളവരുടെ കുറവുകൾ കാണുമ്പോൾ അതിനെ വിധി എഴുതാതെ അവരെ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സും കൂടെ നമുക്ക് വേണം. യേശു ഈ 38 വർഷമായി കൊളക്കടവിൽ കിടന്ന ഈ മനുഷ്യനെ ഉൾക്കൊള്ളതുപോലെ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ മനസ്സുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, സ്നേഹിക്കുവാൻ, ക്ഷമിക്കുവാൻ, ഉൾക്കൊള്ളുവാനുള്ള ഒരു മനസ്സ്, അതിലേക്ക് നമ്മൾ മടങ്ങി വരണം. അടുത്തത്, ഹല്ലേലൂയ, മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ള ഒരു മനസ്സ്, ഷെയർ ചെയ്യുവാനുള്ള ഒരു മനസ്സ്. നമ്മുടെ സമയമായിക്കൊള്ളട്ടെ, സാമ്പത്തികമായിക്കൊള്ളട്ടെ, അങ്ങനെ ചെയ്ത ഏറ്റവും ബൈബിളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തി ആരാന്നറിയോ? 5 അപ്പവും 2 മീനും കർത്താവിന്റെ കൈ കൊടുത്ത ബാലൻ. വിശന്നിരിക്കുന്ന ഒരു പൈതൽ. ഞാൻ പറഞ്ഞു വലിയ ആൾക്കാരാണെങ്കിൽ പക്വതയുണ്ടെന്ന് പറയാം. ഏതാ?
വിശന്നിരിക്കുക, നമ്മൾ എല്ലാവർക്കും കൊടുക്കണം. എന്നാൽ പിള്ളേര് വിശന്നിരിക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഒരപ്പം മേടിക്കാൻ ഇച്ചിരി പാടാ. എനിക്ക് കുഞ്ഞുങ്ങളുള്ളായപ്പോ ഞാൻ ഈ കഥകളൊക്കെ അവരിൽ നിന്നാ പഠിക്കുന്നത്. വിശന്നിരിക്കുമ്പോൾ അവരുടെ പ്ലേറ്റിൽ നമ്മൾ എന്തെങ്കിലും വെച്ചു കൊടുത്താൽ, മോനെ ഇതിന് ഞാൻ ഇതൊന്നും എടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ എടുക്കാൻ സമ്മതിക്കത്തില്ല. എനിക്ക് വിശന്നിരിക്കുന്നത് എന്റെയാന്ന് പറഞ്ഞ് പിടിച്ചോണ്ടിരിക്കും. എന്നാൽ ആ ഇതിലും വിശന്നായിരിക്കുന്നേ. അവന്റെ വയറ് നിറച്ചിട്ട് തരാമെന്നല്ല അവൻ പറയുന്നത്, എന്റെ അമ്മ എനിക്കിത് തന്നു വിട്ടത് മൊത്തം എടുത്തു. ആ കുഞ്ഞിന്റെ മനസ്സ് എങ്ങനത്തെയാണെന്നറിയോ? മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു മനസ്സ്. ഞാൻ യേശുവിന്റെ കയ്യിലാ കൊടുക്കുന്നത് എന്നുള്ളൊരു മനസ്സ്. കർത്താവ് ചോദിക്കുക, മറ്റുള്ളവർക്ക് സഹായിക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? മറ്റുള്ളവർക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? വിധവ 2 കാശ് കൊടുത്തത് മനസ്സോടെയാ. ആകയാൽ ദൈവമക്കളെ, നമ്മൾക്ക് കൊടുക്കുവാനുള്ള ഒരു മനസ്സ്. ഞാൻ പെട്ടെന്ന് മുന്നോട്ട് പോവുകയാണ്. അടുത്തത്, കർത്താവിന്റെ ഹൃദയം അറിയാനുള്ള ഒരു മനസ്സ്. ദാവീദ് ദൈവത്തിന്റെ ഹൃദയപ്രകാരം നടന്ന മനുഷ്യൻ. ഹൃദയപ്രകാരം നടക്കണമെങ്കിൽ കർത്താവിന്റെ ഹൃദയം അറിയണം. കർത്താവിന്റെ ഹൃദയം ഈ ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് അറിയാൻ കാത്തിരിക്കണം. നിങ്ങൾ കർത്താവിന്റെ ഹൃദയം എങ്ങനെ അറിയുന്നറിയും? ദൈവാത്മാവ് എന്നെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞത്. ചില സമയങ്ങളിൽ ദൈവാത്മാവ് എന്നോട് പറയും, ഇത്ര ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പറയും. ഞാൻ അങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ ചില വചനങ്ങളിൽ കൂടി കർത്താവ് എന്നോട് ഇടപെടും. ഇങ്ങനെ ചെയ്യണം. ഞാൻ പറഞ്ഞില്ല, ഈവൻ ഫോർഗീവ്നെസിന്റെ കാര്യം, ക്ഷമിക്കുന്ന കാര്യമൊക്കെ കർത്താവ് എന്നെ അങ്ങനെയാണ് പഠിപ്പിച്ചത്. മോളെ, നീ ക്ഷമിക്കുന്നില്ലെങ്കിൽ എനിക്ക് നിന്റെ പാപവും ക്ഷമിച്ചു തരാൻ പറ്റത്തില്ല. മനഃപൂർവ്വമായി നീ ക്ഷമിച്ചേ പറ്റൂ. ഇങ്ങനെ പഠിപ്പിച്ച പാഠങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിന്റെ അനേക അനുഗ്രഹങ്ങൾ എനിക്ക് പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ദൈവമക്കളെ. ആ ക്ഷമിച്ചവരോ എന്നെ വേദനിപ്പിച്ചവരെ ഉൾക്കൊണ്ടത് കൊണ്ട് ദോഷമൊന്നും വന്നില്ല. അവരെ ക്രിസ്തുവിലേക്ക് നേടാൻ എനിക്ക് കഴിഞ്ഞു. അവരെ ക്രിസ്തുവിലേക്ക് നേടുവാൻ എനിക്ക് കഴിഞ്ഞു. ആകയാൽ ദൈവമക്കളെ, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് കർത്താവ് ചോദിക്കുന്ന ചോദ്യം ഇതാ, സൗഖ്യമാകാൻ മനസ്സുണ്ടോ? നിങ്ങൾക്ക് ഒരാളെ ക്ഷമിക്കാൻ കഴിയുന്നില്ലേ? ഒരാളെ ഉൾക്കൊള്ളാൻ കഴിയും. നിങ്ങൾക്ക് അറിയാം അവരെ ഉൾക്കൊള്ളണം, ക്ഷമിക്കണം. പക്ഷെ പറ്റുന്നില്ലെങ്കിൽ, ഞാൻ ചെയ്ത ഒരു കാര്യം എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞ് ചെയ്ത് അതിൽ ദൈവം വിടുതൽ തന്നൊരു വിഷയം ഞാൻ പറയാം. ആ വ്യക്തികളുടെ പേര് നിങ്ങളുടെ പേപ്പർ എടുത്ത് ബൈബിളിൽ എഴുതി വെച്ച് ഒരു ദിവസം 10 മിനിറ്റ് ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവേ, ഇന്ന വ്യക്തി, അവരോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. വർഷങ്ങളായി ഞാൻ ഈ പക കൊണ്ട് നടക്കുക ഹൃദയത്തിൽ. ദൈവമക്കളെ, നിങ്ങളത് എത്രയും പെട്ടെന്ന് ക്ലീൻ ചെയ്തില്ലെങ്കിൽ അത് പകയായി, വിദ്വേഷമായി, മാറാത്ത വിഷയമായി കിടക്കും. നിങ്ങൾ അത് കാണുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ദിവസത്തിൽ പല തിരക്കുകളുടെ ഇടയിൽ ഇതിനെ ആക്കി വെക്കും. എന്നാൽ കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടാൻ അതൊരു തടസ്സമായി നിൽക്കരുത്. കർത്താവ് കാത്തിരിക്കുന്ന മണവാട്ടി എങ്ങനത്തെ മണവാട്ടി എന്നറിയാമോ? കറ, ചുളുക്കം, വാട്ടം, മാലിന്യം ഒന്നുമില്ലാത്ത, കർത്താവിനോട് ഒത്തിരിക്കുവാൻ കഴിയുന്ന ശുഭ്രവും വിശുദ്ധവുമായ ഒരു മണവാട്ടിയെ ചേർക്കാൻ കർത്താവ് വരുമ്പോൾ, കറയുള്ള മണവാട്ടിയെ കർത്താവിന് വേണ്ട. കറയുള്ള മണവാട്ടിയെ കർത്താവിന് വേണ്ട. ഇപ്പോൾ അത് കഴുകിക്കളയാൻ പാകമാ. എന്നാൽ അല്പ ദിവസങ്ങൾ കഴിയുമ്പോൾ അത് കറയായി മാറും. ആ കറ നിങ്ങൾ ഗവനിക്കുന്നില്ലെങ്കിൽ അത് പിന്നീട് അത് അവിടെ തന്നെ ഇരിക്കും. എന്നാൽ ഒരല്പസമയം എടുത്ത് നിങ്ങൾ ആ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് അത് വീണ്ടും വീണ്ടും എനിക്ക് ആ അൺഫർഗിവ്നെസ്സിലേക്ക് വരിക. എനിക്കറിയത്തില്ല, ഞാൻ അടുത്ത പോയിന്റിലേക്ക് പോകാൻ പരിശുദ്ധാത്മാവ് അനുവദിക്കുന്നില്ല. ഞാൻ പറയുക, ക്ഷമിക്കേണ്ടവരോട് നിങ്ങൾ ക്ഷമിച്ചേ പറ്റൂ. വർഷങ്ങൾ എത്രയായിരുന്നാലും, വർഷങ്ങൾ എത്ര കടന്നു പോയാലും നിങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ കർത്താവ് നിങ്ങളോടും ക്ഷമിക്കുന്നില്ല. പലപ്പോഴും നമ്മൾ ഓർക്കും സാരമില്ലെന്ന്. സാരമല്ല, സാരമുണ്ട് ആ വിഷയത്തിൽ. അതിനി എത്ര മുറിവേറ്റതാണെങ്കിലും ഉൾക്കൊള്ളണം. അതിന് ഏറ്റവും നല്ല മാതൃകയാണ് നമ്മുടെ കർത്താവ്. അതുകൂടെ പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യുക. അടുത്ത ദിവസം വീണ്ടും സമയം കിട്ടുമ്പോൾ ഞാൻ ബാക്കി ടോപ്പിക്കിലേക്ക് കടക്കാം. കർത്താവ് പറയുന്നൊരു വാക്കുണ്ട് പത്രോസിനോട്, നീ ഇവയിലും അധികമായി എന്നെ സ്നേഹിക്കുന്നു. ഞാൻ ഓർക്കുന്ന ഒരു ചോദ്യം, എന്റെ ജീവിതത്തിൽ ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ്. കർത്താവെ, എന്നോട് കർത്താവ് ആ ചോദ്യം ചോദിച്ചു, ഞാൻ എന്ത് മറുപടി പറഞ്ഞു? കാരണം ഈ ചോദിക്കുന്ന വ്യക്തി ആരാന്നറിയോ? പത്രോസ്. പത്രോസിനോട് യേശു ചോദിക്കുക. എന്നാൽ ഈ പത്രോസ് ആരാ? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് യേശുവിനോട് പറയുക, നിന്റെ കൂടെ മരിക്കാനും ഞാൻ തയ്യാറാണ്. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ വേദന വരുന്ന എവിടെ നിന്നറിയോ? നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് കൂടെ നടന്ന് വാക്കുകൾ പറഞ്ഞ് വിശ്വാസം നമ്മളിൽ പിടിച്ചെടുക്കുന്ന വ്യക്തികളിൽ നിന്ന് വാക്കുകളും പ്രവർത്തികളും വരുമ്പോഴാണ് നമ്മുടെ ഹൃദയം തകരുന്നത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം യേശു ക്രിസ്തു. കാല് കഴുകി കൊടുത്ത പത്രോസ്. യേശു കാല് കഴുകിയല്ലേ പത്രോസിന്റെ? കാല് കഴുകി തുടച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഈ പത്രോസ് പറയുകയാ, എനിക്ക് യേശുവിനെ അറിയത്തില്ല.
എന്നെ ഏറ്റവും കൂടുതൽ മുറിപ്പെടുത്തിയത്, അറിയത്തില്ലെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, എന്നാൽ ഒരു വേദഭാഗത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ പ്രാകുവാൻ തുടങ്ങിയെന്ന്. ആണയിടുവാനും, നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇല്ലേ? ആണയിടുവാനും പ്രാകുവാനും തുടങ്ങി. നിങ്ങളൊന്ന് ഓർത്തേ, കുറച്ച് അകലത്തിൽ യേശു ഇത് കേട്ടുകൊണ്ടിരിക്കുക. ഞാൻ പലപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവെ ഇവരെന്റെ മുമ്പിൽ വെച്ച് ഇത് പറഞ്ഞില്ലേ എനിക്ക് കുഴപ്പമില്ല, മാറി നിന്ന് പറഞ്ഞോട്ടെ. ചില കുറ്റങ്ങൾ നമ്മൾ നമ്മുടെ ചെവി കൊണ്ട് നേരിട്ട് കേൾക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ദൈവമക്കൾ, അതുകൊണ്ടാണ് പറയുന്നത്, അത് ഭയങ്കര ഒരു മുറിവാ. ഞാൻ ഇതൊക്കെയാ കർത്താവിന്റെ മുമ്പിൽ പിടിച്ചുകൊണ്ടിരുന്നത്. കർത്താവിനറിയാം അവരെന്നാ പറഞ്ഞു, ഞാൻ ചെവി കൊണ്ട് കേട്ടതാ, വേറൊരാളല്ല പറഞ്ഞത്. അപ്പൊ കർത്താവ് ചോദിച്ചൊരു കാര്യം, എനിക്ക് ആ വേദന മനസ്സിലാവും ആക്സ, ഞാൻ ആ വേദനയിൽ കൂടെ പോയതാ. ഞാൻ കാല് കഴുകി കൊടുത്ത പത്രോസ്, പടകിനകത്ത് മീൻ നിറച്ചു കൊടുത്ത പത്രോസ്, കൂടെ കൂട്ടിക്കൊണ്ട് നടന്ന പത്രോസ്, എന്നെ പ്രാകുവാനും അല്ലെങ്കിൽ ആണയിട്ട് ശപിക്കുവാനും തുടങ്ങിയപ്പോഴും ആ പത്രോസിന് എനിക്ക് ക്ഷമ കൊടുക്കാൻ പറ്റിയെങ്കിൽ എങ്ങനെ കർത്താവ് ക്ഷമിച്ചെന്നറിയാതെ മക്കളെ? അവിടെ നമ്മൾ വാക്കുകളൊന്നും കാണുന്നില്ല, ക്ഷമിച്ചു, ഞാൻ നിന്നോട് ക്ഷമിച്ചു എന്നൊന്നും കാണുന്നില്ല. എന്നാൽ പത്രോസ് അനുതപിച്ച് മടങ്ങി വന്നപ്പോൾ നമ്മൾ കാണുന്നത്, യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം നല്ല ചൂട് അപ്പവും മീനും ഒക്കെ ഉണ്ടാക്കി കാത്തിരിക്കുക കർത്താവ്. എന്തോ വെച്ചാ കാത്തിരിക്കുന്നേ? അവന്റെ അപ്പോഴത്തെ ആവശ്യം. അവന്റെ അപ്പോഴത്തെ ആവശ്യം എന്താ? വിശപ്പ് മാറണം. കാരണം രാത്രി മൊത്തം അധ്വാനിക്കുക. തള്ളിപ്പറഞ്ഞാലും കുഴപ്പമില്ല, വീണ്ടും പഴയയിടത്തോട്ട് പോയെന്നുള്ളതാണ് അടുത്ത കാര്യം. തള്ളിപ്പറഞ്ഞു, ഫോളോ ചെയ്യാമെന്ന് പറഞ്ഞ് വാക്ക് കൊടുത്തിട്ട് ആ വാക്കും മാറ്റി പഴയതിലേക്ക് പോയി. ആ പഴയതിലേക്ക് തന്നെ യേശു വീണ്ടും പോയെന്നുള്ള. കടൽക്കരയിൽ ആദ്യം പത്രോസിനെ കണ്ടതുപോലെ തന്നെ ഇപ്പോഴും കാണുന്നത്. അവിടേക്ക് യേശു പോയിട്ട് അവന്റെ അപ്പോഴത്തെ ആവശ്യം നിറവേറ്റി കൊടുത്തിട്ട് പറയുക, 3 വട്ടം തള്ളിപ്പറഞ്ഞ പത്രോസിനോട് ചോദിക്കുക, നീ എന്നെ ഇവയിലും അധികമായി സ്നേഹിക്കുന്നുണ്ടോ പത്രോസെ? അതുകൊണ്ടാണ് പത്രോസിന് പിടിച്ചു നിൽക്കാൻ പറ്റാഞ്ഞേ. 3ാമത്തെ ചോദ്യത്തിൽ പത്രോസ് കൈവിട്ടുപോയി. ഇത് തന്നെ കർത്താവ് നിങ്ങളോടും ചോദിക്കുന്നത്. ശരിയാ, പ്രാർത്ഥനകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്നവരാ, നമ്മൾ വചനം കേൾക്കുന്നവരാ. കർത്താവ് ചോദിക്കുക, ഇതെല്ലാം എനിക്ക് സന്തോഷമാണ് മക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾ വചനം പറയുന്നുണ്ട്, നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. കർത്താവ് ചോദിക്കുക, എനിക്കെല്ലാം സന്തോഷമാണ്, എന്നാൽ ഞാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉൾക്കൊള്ളുന്നത് പോലെ നിങ്ങൾക്ക് അവരെ ഉൾക്കൊള്ളുവാനും ക്ഷമിക്കുവാനും മനസ്സുണ്ടോ? അതിനി എത്ര വലിയ പകയുടെ വാക്കുകളായിക്കൊള്ളട്ടെ, വർഷങ്ങളോളം നിലനിൽക്കുന്ന വേദന ആയിക്കൊള്ളട്ടെ, ഹൃദയത്തിനകത്തെ ആഴമേറി മുറിവായിക്കൊള്ളട്ടെ, കർത്താവ് ചോദിക്കുക, നിങ്ങൾക്ക് ആ വ്യക്തിക്ക് ക്ഷമ കൊടുക്കാൻ മനസ്സുണ്ടോ? ക്ഷമ കൊടുക്കാൻ മനസ്സുണ്ടെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, കർത്താവെ ഈ ദിവസങ്ങളിൽ തന്നെ ഞാൻ ആ വിഷയത്തിൽ നിരപ്പ് പ്രാപിച്ചോളാം, ഞാൻ ആ വ്യക്തിക്ക് ക്ഷമ കൊടുത്തോളാം. ക്ഷമ കൊടുക്കാൻ പറ്റാത്ത കാര്യം അവർ ചെയ്തത്, പക്ഷേ ഞാൻ സേവിക്കുന്ന ദൈവം, എന്റെ കർത്താവ് എനിക്ക് ക്ഷമിച്ചതുപോലെ എനിക്ക് ആ വ്യക്തിക്ക് ക്ഷമ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എങ്ങനെയാ ദൈവ പൈതൽ എന്നുള്ള പേര് ഹോൾഡ് ചെയ്തുകൊണ്ട് നടക്കുന്നത്? നിങ്ങൾ ആ ക്ഷമ കൊടുക്കുന്നില്ലെങ്കിൽ ദൈവമക്കളെ, ദൈവത്തെ വിളിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല. കർത്താവ് നിങ്ങളുടെ പാപങ്ങളും നിങ്ങൾ ക്ഷമിച്ച അതേ അളവിലാ നിങ്ങൾക്കും ക്ഷമ കിട്ടുന്നത്. ആകയാൽ ഈ ദിവസങ്ങളിൽ കർത്താവ് ചോദിക്കുന്ന ചോദ്യം ഇതാ, കർത്താവിനെ സ്നേഹിക്കാൻ മനസ്സുണ്ടോ? കർത്താവിൽ നിന്ന് സൗഖ്യം പ്രാപിപ്പാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? മറ്റുള്ളവർക്ക് ക്ഷമ കൊടുക്കാൻ മനസ്സുണ്ടോ? പിന്നെ ഞാൻ പറഞ്ഞു, ഉൾക്കൊള്ളാൻ മനസ്സുണ്ടോ? ഷെയർ ചെയ്യുവാൻ, മറ്റുള്ളവർക്ക് സഹായിക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? കർത്താവിന്റെ ഹൃദയപ്രകാരം നടക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? മനസ്സുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ഈ വചനത്തിന് മുന്നിൽ നിങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കാം. ദൈവാത്മാവ് എന്നെ പഠിപ്പിച്ചതും എന്റെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തിയതുമായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഈ വചനം നിങ്ങളോട് സംസാരിച്ചത് ഞാൻ 100% വിശ്വസിക്കുക. കാരണം കർത്താവ് പറയുക, നിങ്ങൾ എന്നിൽ വസിക്കണം. എന്നിൽ വസിച്ചാൽ പിതാവ് നിങ്ങളിൽ മഹിമപ്പെടും. കർത്താവ് സ്നേഹിക്കുന്നത് കർത്താവിനെ പോലുള്ള കുഞ്ഞുങ്ങളായി തീരുമാനമാണ്. നമ്മളെ ഓരോ ദിവസവും സ്നേഹം തന്ന കർത്താവ് നമ്മളോട് ക്ഷമ കാണിക്കുന്നു. ഓരോ ദിവസവും നമുക്ക് ദൈവം തരുന്ന ദാനമാണ്. നാളെ പകൽക്കാലം നിങ്ങൾ എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അടുത്ത ദിവസം ഒരു ചാൻസ് തരുക, നിങ്ങളുടെ പാപങ്ങളെ തിരുത്താൻ. പാപം തിരുത്താൻ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും തന്നിട്ടും വീണ്ടും നിങ്ങൾ ക്ഷമിക്കുവാനോ മറ്റുള്ളവർക്ക് ക്ഷമ കൊടുക്കുവാനോ നിങ്ങൾ മനസ്സ് കാണിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ തന്നെ കുറ്റമാണ്. കർത്താവ് അടുത്ത് വരാഞ്ഞിട്ടല്ല, കർത്താവ് നിങ്ങളോട് സംസാരിക്കാഞ്ഞിട്ടല്ല, വചനം അറിയാഞ്ഞിട്ടല്ല, നമ്മളായിട്ട് ഒഴിവ് പറഞ്ഞ് മാറുക.
അതാണ് യൂദയ്ക്ക് പറ്റിയത്. അവന് സമയം കൊടുത്തു ദൈവം. പത്രോസും അതേ ദിവസം കുറ്റസമ്മതത്തോടെ മനസ്താപത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റു പറഞ്ഞതുപോലെ യൂദയ്ക്കും ചെയ്യാമായിരുന്നു. എന്നാൽ അവൻ ചെയ്തില്ല. അവൻ ചെയ്യാഞ്ഞത് കൊണ്ട് നിത്യ നരകത്തിന് അവൻ യോഗ്യനായി തീർന്നു. ദൈവമക്കളെ, നമുക്ക് ആ അവസ്ഥ വരല്ലേ? നാളത്തെ പ്രഭാതം നിങ്ങൾക്ക് ദൈവം തരുന്നുണ്ടെങ്കിൽ, അടുത്ത നിമിഷം ദൈവം നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ, തെറ്റുകളെ തിരുത്താനുള്ള സമയമാണ്. ദൈവം കർത്താവ് ചോദിക്കുന്നു, മനസ്സുണ്ടോ? രൂപാന്തരപ്പെടുവാൻ, മാനസാന്തരപ്പെടുവാൻ, ക്ഷമ കൊടുക്കുവാൻ, സഹിക്കുവാൻ, സകലതിനും ഒരു മനസ്സുണ്ടെങ്കിൽ കർത്താവ് പറയാ, സൗഖ്യമാക്കാൻ എനിക്കും മനസ്സുണ്ട്, മനസ്സമാധാനം തരാൻ എനിക്ക് മനസ്സുണ്ട്, നിത്യമായ ഒരു സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും. അതാരും തരുന്നത് പോലല്ല. ആ സമാധാനവും കർത്താവ് നിങ്ങൾക്ക് നൽകി തരും. ആകയാൽ ഈ ദൈവവചനങ്ങളാൽ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇങ്ങനൊരു അവസരം നൽകി തന്ന പ്രിയ സിബി പാസ്റ്ററോടുള്ള പ്രത്യേക നന്ദിയെ ഞാൻ അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്നും എന്നെയും കുടുംബത്തെയും ശുശ്രൂഷകളെയും ഓർത്ത് പ്രാർത്ഥിക്കും.